ആ വിഷയം പഠിച്ച ആളെന്ന നിലയ്ക്ക് നന്നായി അറിയാം. രാജ്യത്തിനകത്തും പുറത്തും സുരക്ഷിതമായ ജോലി സാധ്യതകൾ നൽകുന്ന ഒരു സയൻസ് വിഷയമാണ് ബയോകെമിസ്ട്രി. അതിൽ ഡിഗ്രിയും PGയും നല്ല മാർക്കോടെ പാസ്സായി ഗവേഷണം തുടങ്ങിയ ഒരു വഡോദരക്കാരി സമർത്ഥയായ വിദ്യാർത്ഥിനി സോഫിയ ഖുറേഷി കേണൽ ഖുറേഷി ആയത് പിച്ചവെച്ച നാൾ മുതൽ വീട്ടിൽ കേട്ട രാജ്യരക്ഷാ പാഠങ്ങൾ കൊണ്ട് മാത്രമല്ല. സേവനമാണ് ദ അൾട്ടിമേറ്റ് ഡ്യൂട്ടി, സേവാ പരമോ ധർമ്മ എന്ന ആർമി ആപ്തവാക്യം കേവലാക്ഷരങ്ങൾക്കപ്പുറം പൈതൃക ചോരയിലൂടെ ഹൃദയരക്തമായതുകൊണ്ടാണ്. ആ ഹൃദയമിടിപ്പോൾ രാഷ്ട്രത്തിന് വേണ്ടി മാറ്റിവെച്ച കുടുംബത്തിന്റെ 3ാം തലമുറയാണ്. ആ തെമ്മാടി രാഷ്ട്രം നാണം കെട്ട് തോൽക്കാൻ നേർക്കുനേർ വന്ന 71 ഇന്ത്യ പാക് യുദ്ധത്തിൽ പങ്കെടുത്ത താജ് മുഹമ്മദ് ഖുറേഷിയുടെ പിന്മുറയാണ്. ആയുഷ്കാലങ്ങൾ രാഷ്ട്രസേവനത്തിൽ ആഹൂതി ചെയ്തൊരു കുടുംബത്തിന്റെ കനൽത്തരി ഈ മഹാരാജ്യത്തിന്റെ പ്രതികാരം ഓപ്പറേഷൻ സിന്ദൂർ രാഷ്ട്രത്തോട് ക്ലാരിറ്റിയോടെ പറഞ്ഞ ഹിസ്റ്റോറിക് ഐക്കൺ കേണൽ ഖുറേഷിയെ ഒരുത്തരൊരു BJP-കാരൻ മന്ത്രിയാണ്. പുഴുത്ത നാക്കുകൊണ്ട് ഭീകരവാദികളുടെ സഹോദരി എന്ന തെറിവാക്ക് അത് പൊറുക്കാവതല്ല. വിദ്വേഷം നാർന്ന വൃത്തികേട് പറഞ്ഞ് ദിവസം ഇത്രയായിട്ട് മാർജവം കെട്ട പാതിവന്ത വർത്താനങ്ങളല്ലാതെ ആ മന്ത്രിപ്പണി നിർത്തി വീട്ടിപ്പൊക്കോ നിർത്തറാ നിന്റെ വൃത്തികേട് എന്നൊരു പ്രതികരണം ആ പാർട്ടിയിൽ നിന്നുണ്ടാവുന്നില്ലെങ്കിൽ നേതാക്കളെ അതിർത്തി കാക്കുന്ന ഈ നാടിന്റെ സൈന്യത്തോട് നിങ്ങൾക്ക് എന്ത് റെസ്പെക്റ്റാണ്? ആന്റൺ കലാനിഷ്കോ AK-47 അറുത്തുമുറിക്കാൻ നല്ലത് മതവർഗീയതയാണെന്ന് അസീം മുനീറിന് അമേധ്യ തലച്ചോറിന്റെ ഡിസൈൻ പൊളിച്ച് കയ്യിൽ കൊടുത്ത ജനതയുള്ള രാജ്യമാണ്. ഈ ചെവിയിൽ കേട്ടതാണ് ഒരു മുദ്രാവാക്യം, ഇസ് ഹിൻസാക്കോ ദേക്കർ ഖൂൻ ലക്കോലോ ഖൂൻ നഹി വോ പാനി ഹേ. ഈ അതിക്രമം കൊണ്ട് നിങ്ങളുടെ ചോര തിളയ്ക്കുന്നില്ലെങ്കിൽ അത് ചോരയല്ല വെള്ളമാണെന്ന് ആ കാശ്മീർ താഴ്വരയിൽ പ്രകമ്പനത്തോടെ മുഴുങ്ങിയതാണ് രോഷത്തിന്റെ മുദ്രാവാക്യം. വെറിപൂണ്ട വേട്ടത്തെറ്റയിൽ ഭീകരവാദികളുടെ പോയിന്റ് ബ്ലാങ്കിൽ വെടിയേറ്റി വീണ പിതാവിനെ കാണേണ്ടി വന്ന ആരതിയും 6 നാൾ നീണ്ട ദാമ്പത്യമൊടുവിൽ വൈധവ്യ ദുഃഖത്തിൽ ഹിമാൻഷിയും ആ നെഞ്ചുകൊത്തിപ്പറിക്കുന്ന വേദനയിലും മാനവികതയാണ് പറഞ്ഞതെങ്കിൽ അത് ഏത് വെറുപ്പിന്റെ മന്ത്രി വിചാരിച്ചാലും തകർക്കാനാവാത്ത ഈ നാടിന്റെ മണ്ണാഴത്തിൽ ആഞ്ഞുറഞ്ഞു കിടക്കുന്ന മതേതരബോധം രാഷ്ട്രമെന്ന വികാരം ആ പേവിഷം തീണ്ടിയ ഭ്രാന്തൻ കൂട്ടം വിയോഗവേദനയിലും വെറുതെ വിട്ടോ ഹിമാൻഷിയെ, വെറുതെ വിട്ടോ ആരതിയെ. ഒന്നു മാത്രം പറഞ്ഞേക്കാം, ആ താഴ്വരയിൽ കനച്ചു കിടന്ന കട്ടച്ചോരയുടെ മതം നോക്കാതെ വേദനിച്ച് ഞങ്ങൾ ഇന്ത്യക്കാർക്ക് ചേരില്ല മന്ത്രി തന്റെ വൃത്തികെട്ട പദാവലി. പോരാട്ടമുഖത്ത് ശത്രുവിന്റെ വെടിയുണ്ടയിൽ വീണുപോയാൽ അത് ഈ പിറന്ന നാടിന് കൊടുക്കുന്ന രക്തപുഷ്പങ്ങൾ എന്ന ചിന്തയിൽ രാജ്യത്തിന്റെ മാനം കാക്കാൻ ധീരം സായുധമിറങ്ങുന്ന കേണൽ ഖുറേഷിയോട് അല്ലടോ ഭീകരവാദികളുടെ സഹോദരി. വെറിയൻ ചിന്തയിൽ ഉണർന്ന് മതവറി തിന്ന് മതവറിയിൽ കുളിച്ചാർത്ത് പുളയ്ക്കുന്ന നിങ്ങളാണ് ആ ഭീകരവാദികളുടെ സഹോദരങ്ങൾ, വെറുപ്പിന്റെ കൂട്ടുകച്ചവടക്കാർ, സമാധാന ഹന്താക്കൾ. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടർ പ്രൈമിലേക്ക് സ്വാഗതം. जिन्होंने हमारी बेटियों के सिंदूर उजाले थे वही कटे पिटे लोगों को हमने उन्हीं की बहन भेज करके उनकी ऐसी की तैसी करवाई. एक बार मोदी जी के लिए जोरदार ताली बजाएं. उन्होंने कपड़े उतार के हमारे हिंदुओं को मारा और मोदी जी ने उनकी बहन को उनकी ऐसी की तैसी करने हमारे जहाज से उनके घर. अब मोदी जी कपड़े तो उतार नहीं सकते थे, इसलिए उनके समाज की बहन को भेजा कि तुमने हमारी बहनों को अगर विधवा किया है तो तुम्हारे समाज की बहन आके तुम्हें नंगा करके छोड़ेगी. देश का सम्मान, मान सम्मान और हमारी बहनों का सुहाग कब बदला? तुम्हारी जाति की समाज की बहनों को पाकिस्तान भेज कर अगर कोई ले सकता है. और उन्होंने कहा था ശ്രീ സന്ദീപ് വാര്യർ, ശ്രീ ഉല്ലാസ് ബാബു, ബ്രിഗേഡിയർ മോഹനൻപിള്ള, ശ്രീ രാഹുൽ ഈശ്വരൻ ചർച്ചയിൽ ആദ്യം ഞാൻ ശ്രീ ബ്രിഗേഡിയർ മോഹനൻപിള്ളയിലേക്ക് പോകുന്നു. ശ്രീ ബ്രിഗേഡിയർ മോഹനൻപിള്ള ആർമിയിലെ കോപ്സ് ഓഫ് സിഗ്നൽസ് ഓഫീസറാണ്. ആസിയാൻ അന്താരാഷ്ട്ര സൈനികാഭ്യാസ ക്യാമ്പിൽ ഇന്ത്യൻ സേനയെ നയിച്ച ആദ്യ വനിതാ ഓഫീസറാണ്. UN സമാധാന സേനയിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച ആളാണ്. കോങ്കോയിലെ UN പീസ് മിഷന്റെ ഭാഗമാണ്. അങ്ങനെ എത്രയൊക്കെയാണ്. ഇപ്പോൾ താങ്കൾക്ക് നേരിട്ടറിയാവുന്ന ആൾ കൂടിയാണ് കേണൽ സോഫിയ ഖുറേഷി. ആ ഉണ്ടായ പരാമർശം അത് വെച്ച് പൊറപ്പിക്കാവതാണോ? ഒരു മുൻ സൈനികൻ എന്നതിൽ താങ്കളുടെ ടേക്ക് എന്താണ് ശ്രീ മോഹനൻപിള്ള? ഹാഷ്മി, ഇത് എന്താ പറയുക, ഒരു മെൻ്റൽ ഇമ്മച്വർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് അവരുടെ മാനസിക നില നല്ല രീതിയിലായിട്ടില്ല. കാര്യം ഇവരാരും ഇന്ത്യൻ ആംഡ് ഫോഴ്സസ് എന്താണെന്ന് അറിയാൻ വയ്യാതെ ഈ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നേതാക്കന്മാരായിട്ട് മുന്നോട്ട് വന്നിട്ട് എന്താണ് കറക്റ്റായിട്ട് ഒരാളെങ്കിലും ഞാൻ വെല്ലുവിളിച്ചു. ഇവരൊക്കെ പറയുകയാണ് ഇന്ത്യൻ ആംഡ് ഫോഴ്സസിൻ്റെ വളരെ ശക്തനായിട്ടുള്ള ഇന്നുവരെ ഒറ്റമണി ഞാൻ എത്താം. ഇപ്പോൾ ബെയിലിൻദാസിനെ വഞ്ചൂർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഞാൻ എത്താം ശ്രീ ബ്രിഗേഡിയർ മോഹനൻപിള്ള. ബെയിലിൻദാസിനെ വഞ്ചൂർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. അവിടെയാണ് അദ്ദേഹത്തിന് ജൂനിയർ അഭിഭാഷകയെ വല്ലാതെ അടിച്ച് ഒരുപാട് മർദ്ദിച്ച് ജൂനിയർ അഭിഭാഷക മർദ്ദിച്ച കേസിൽ അല്പസമയം മുൻപാണ് ഡോക്ടർ ബെയിലിൻദാസ് പിടിയിലായത്. തുമ്പ സ്റ്റേഷൻ കടവ് ഭാഗത്തു നിന്നാണ് ഇയാൾ പിടിയിലായത്. അതിൽ ഒരു ബന്ധു ഇയാളുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുത്ത പണമാണ് ഇയാളെ പിടികൂടാൻ നിർണായകമായത്. ഒളിവിൽ കഴിയുകയായിരുന്നു ഒടുവിൽ ബെയിലിൻദാസ് ഇപ്പോൾ
മഞ്ചൂർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. അശ്വിൻ പാലാഴിയിരുന്നു. അശ്വിൻ, എന്തായാലും കുറേ അധികം നാൾ മുങ്ങി നടന്നെങ്കിലും അശ്വിൻ ഈ ബെയിലിൻ പിടിയിലായിരിക്കുന്നു. ഇനിയുള്ള നടപടിക്രമങ്ങൾ എങ്ങനെയാണ്? ഹാഷ്മി, അല്പസമയം മുമ്പാണ് ഇയാളെ പിടികൂടുന്നത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇദ്ദേഹത്തിന്റെ സ്വന്തം അനിയൻ, അതായത് ബെയിലിന്റെ സ്വന്തം സഹോദരൻ ബെയിലിന്റെ അക്കൗണ്ടിലേക്ക് ഇട്ടുകൊടുത്തൊരു പണം, അത് അക്കൗണ്ട് ത്രൂവാണ് അയച്ചു കൊടുത്തത്. അതിൽ നിന്ന് ലഭിച്ച സൂചനയാണ് ഇയാളെ പിടികൂടുന്നതിലേക്ക് പോലീസിനെ എത്തിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്പസമയം മുമ്പ് ബെയിലിനെ വഞ്ചൂർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഈ സമയം നമ്മൾ ഇയാളുടെ പ്രതികരണം തേടിയിരുന്നു. എല്ലാം കോടതിയിൽ പറയാം എന്നുള്ള ഒറ്റ വാക്കിൽ പ്രതികരണം അവസാനിപ്പിക്കുകയാണ് ബെയിലിന്. ഇപ്പോൾ സ്റ്റേഷനുള്ളിലേക്ക് ഇയാളെ കയറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ തുടർ നടപടികളിലേക്ക് പോകും. അല്പസമയത്തിനുള്ളിൽ വൈദ്യപരിശോധനയ്ക്ക് ഇയാളെ പുറത്തേക്ക് ഇറക്കും. സ്വാഭാവികമായും ഈ വഞ്ചൂർ കോടതിയുടെ സമീപമാണ്, ഇയാൾ പ്രാക്ടീസ് ചെയ്യുന്ന കോടതിയാണ്. മറ്റേ അഭിഭാഷകരുടെയൊക്കെ ഒരു സാന്നിധ്യം ഈ സ്റ്റേഷന് മുന്നിൽ ഉണ്ടാകാം എന്നുള്ള ഒരു സൂചനയുടെ അടിസ്ഥാനത്തിൽ വലിയ പോലീസ് സുരക്ഷ ഈ പോലീസ് സ്റ്റേഷന് മുന്നിൽ ഒരുക്കിയിട്ടുണ്ട്. 2 ബസ് പോലീസാണ് ഇപ്പോൾ ഈ സ്റ്റേഷന് മുന്നിൽ തടിച്ച് കുടിയിരിക്കുന്നത്. എന്തായാലും ഒരു സംഘർഷാവസ്ഥയിലേക്കൊന്നും കാര്യങ്ങൾ പോകാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും അവസാനം നടന്നത് നിർണായകമായ ഇടപെടൽ തന്നെയാണ്. തുമ്പ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്ന് ഇയാളെ ഒളിയിടത്തിൽ നിന്നാണ് അറസ്റ്റ് ചെയ്യുന്നത്. അത് ഈ അക്കൗണ്ടിലേക്ക് വന്ന പണം, ഒപ്പം ഇയാൾ ഉപയോഗിച്ചിരുന്ന ഒരു പേഴ്സണൽ നമ്പറുണ്ട്. ആ നമ്പറിലേക്ക് വന്നിരുന്ന ഫോൺ കോളുകളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് ബെയിലിലേക്ക് അന്വേഷണ സംഘം എത്തുന്നത്. പോലീസ് സ്റ്റേഷനിലേക്കും അതീവ ശ്രദ്ധയോടുകൂടിയാണ് ഈ ബെയിലിനെ എത്തിച്ചത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. അതായത് പോലീസ് വാഹനം ഒഴിവാക്കി മറ്റൊരു സ്വകാര്യ വാഹനത്തിലാണ് ഇയാളെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചത് എന്നുള്ളതും നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. അധികം ഒന്നും പ്രതികരിക്കാനില്ല എന്നുള്ള ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് ഇയാൾ പോലീസ് സ്റ്റേഷനകത്തേക്ക് കയറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇന്ന് രാവിലെയോടുകൂടി മുൻകൂർ ജാമ്യാപേക്ഷ നൽകുകയും ചെയ്തിരുന്നു തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ. തർക്കം നടന്നുകൊണ്ടിരിക്കവെയാണ് ഒളിയിടത്തിൽ ചെന്ന് തന്നെ പോലീസ് ഇയാളെ പിടികൂടിയിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇന്ന് രാത്രി തന്നെ മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ഹാജരാക്കി തുടർ നടപടികളിലേക്ക് പോകാനാകും പോലീസ് ശ്രമിക്കുക. എന്തായാലും ഇതിനോടകം തന്നെ ഈ ശ്യാമലയുടെ ഈ ബെയിലിന്റെ മർദ്ദനമേറ്റ ശ്യാമലയുടെ പ്രതികരണമടക്കം അല്പസമയത്തിനുള്ളിൽ ലഭിക്കുകയും ചെയ്യും. ഇന്നലെ മുതൽ തന്നെ ഈ ബെയിലിനുമായി അടുത്തു നിൽക്കുന്ന ബെയിലിന്റെ അടുത്ത സുഹൃത്തുക്കളടക്കം ചില കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. അത് താനൊരു പ്രതിരോധത്തിന്റെ ഭാഗമായാണ് ഈ ശ്യാമലിയെ മർദ്ദിച്ചത് എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട വാദം. അവരുടെ ഈ ഓഫീസിൽ തർക്കങ്ങൾ ഉണ്ടാകുന്നു, തുടർന്ന് ശ്യാമലിയെ ഇവർ തമ്മിൽ തർക്കങ്ങൾ ഉണ്ടാകുന്നു. പിന്നീടാണ് സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. അങ്ങനെ ആദ്യം തന്നെ മർദ്ദിക്കുന്നത് ശ്യാമലിയാണ് എന്നുള്ളതായിരുന്നു ഈ ബെയിലിനുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങൾ ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയയിലടക്കം പ്രചരിപ്പിച്ചു തുടങ്ങിയത്. ആ കാര്യത്തിലൊന്നും ഒരു തുറന്നു പറച്ചിലിന് ഈ ചുരുങ്ങിയ വേളയിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നു പറച്ചിലിന് ബെയിലിൻ തയ്യാറായിട്ടുമില്ല. എന്താണ് സംഭവിച്ചത് എന്നുള്ളതെല്ലാം കൃത്യമായി കോടതിക്ക് മുന്നിൽ പറയാമെന്നുള്ള ഒരു ഒറ്റ വാക്കിൽ അവസാനിപ്പിച്ചാണ് ബെയിലിന് പോയിരിക്കുന്നത്. എന്തായാലും മറ്റേ ഭാവവ്യത്യാസമൊന്നുമില്ല. ഇപ്പോഴും പൂർണ്ണ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന മുഖത്തോടു കൂടി തന്നെയാണ് ഇയാൾ അകത്തേക്ക് കയറിപ്പോയത് എന്നുള്ളതും ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. എന്തായാലും ഈ 72 മണിക്കൂർ ഒളിവിൽ കഴിഞ്ഞു എന്നുള്ളതും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇത്തരത്തിൽ നഗരഹൃദയത്തിൽ ഇങ്ങനെ ഒരു മർദ്ദനമുണ്ടായിട്ട്, ഒരു പെൺകുട്ടിക്ക് നേരെ, യുവ അഭിഭാഷകയ്ക്ക് നേരെ ഒരു മർദ്ദനമുണ്ടായിട്ടും പോലീസിന് ഈ പ്രതിയിലേക്ക് എത്താനായില്ല എന്നുള്ളത് വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. കഴിഞ്ഞ ദിവസം നിയമമന്ത്രി പ്രതിയെ എത്താൻ കഴിയാതിരുന്നതാണോ അതോ എത്തേണ്ട തീരുമാനിച്ചതാണോ എന്ന ചില സംശയങ്ങൾ ചില ആളുകൾ പ്രകടിപ്പിച്ചിരുന്നു. കാര്യം അത്രത്തോളം വലിയ ഹോൾഡുള്ളതാണ് ഈ ബെയിലിൻ ദാസ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ബെയിലിൻ ദാസിനെ പിടികൂടിയിരിക്കുന്നു, സ്റ്റേഷനിലേക്ക് എത്തിച്ചിരിക്കുന്നു. എന്തോ പ്രതിരോധത്തിന്റെ ഭാഗമായി അടിച്ചു എന്നാണ് പറയുന്നത്. അത് അമ്മാതിരി ചോര കനച്ച പാടുകളൊക്കെ ആ കുട്ടിയുടെ മുഖത്തുണ്ടായിരുന്നു. അപ്പോൾ അത് പ്രതിരോധത്തിന്റെ ഭാഗമൊന്നുമല്ല, മര്യാദ അടിയായിരുന്നു എന്ന കാര്യം വ്യക്തമാണ്. എന്തായാലും അയാൾ നിയമത്തോട് മറുപടി പറയട്ടെ. ബ്രിഗേഡിയർ മോഹൻപിള്ള, താങ്കൾ പറഞ്ഞു വന്നത് ഈ പറയുന്ന എന്താണ് ബാക്കി എന്തിലും, ഞാൻ പറയുന്നത് ഒരു കാര്യത്തിലും മതം നോക്കരുതെന്നുള്ളതാണ്. ബാക്കി എന്തു കാര്യത്തിൽ ഇനി നോക്കിയെന്ന് പറഞ്ഞാലും സേനയുടെ മതം നോക്കാവോ ശ്രീ മോഹൻപിള്ള? അത് മര്യാദകേടല്ലേ? ഇന്ത്യൻ ആംഡ് ഫോഴ്സസ് എന്ന് പറയുന്ന ഒരു ഏരിയ മാത്രമാണ് ഇന്ത്യയിൽ സംവരണം ഇല്ലാത്ത ഒരു ഏരിയ എന്ന് പറയുന്നത്. അതിന് പല പല കാരണങ്ങളുണ്ട്, അതിന് പല പല മാനങ്ങളുണ്ട്. അതാണ് ഞാൻ വളരെ വേദനയോടെ തന്നെ പറയുന്നത്. ഇപ്പം നമ്മുടെ ലോകത്തിനൊക്കെയും, അതായത് ഇന്ത്യൻ ആംഡ് ഫോഴ്സസിൻ്റെ മാതൃക അതുപോലൊരു ഓഫീസർ ഇന്നുവരെ വന്നിട്ടില്ല. ഫീൽഡ് മാർഷൽ സാം മനേക്ഷ പാഴ്സിയാണ്. ഗുജറാത്തിലെ വൽസഡിൽ ഉള്ള ആളായിരുന്നു. അദ്ദേഹത്തിനെ പോലെയുള്ള ഒരു ഓഫീസർ ഫീൽഡ് മാർഷലായിട്ട് ഇന്ത്യൻ ആർമിയെ കമാൻഡ് ചെയ്ത ഒരാളാണ്. അതായത് ആദ്യത്തെ ബാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 14ാമത്തെ IC നമ്പർ കിട്ടിയ ആളാണ് ഈ സാം മനേക്ഷ എന്ന് പറയുന്ന ഫീൽഡ് മാർഷൽ. അപ്പം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ, അതുപോലെ നിങ്ങൾ ഒരുപക്ഷെ മീഡിയ ടീം തന്നെ പൂഞ്ചിലോട്ട് പോയപ്പോൾ നൗഷാരയിൽ ഒരു തോത്ത മൈന എന്ന് പറയുന്ന ഒരു ട്രാൻസിറ്റ് ഏരിയയായി ഒരു ട്രാൻസിറ്റ് ക്യാമ്പ് ഉണ്ട്. അവിടെ കാണും ഒരു വലിയൊരു ബോർഡും ഒരു വലിയ ഡിസ്പ്ലേ ബോർഡും
ദ ലയൺ ഓഫ് നൗഷേര എന്ന് പറയുന്ന ആരാണെന്നറിയാമോ? ബ്രിഗേഡിയർ ഉസ്മാൻ, ലയൺ ഓഫ് നൗഷേര എന്നാണ് പറയുന്നത്. അതുപോലെ നമ്പർ ഓഫ് എക്സാമ്പിൾസ്. ഇതൊന്നും ഇപ്പം കയറി വന്നിട്ടുള്ള ഈ രാഷ്ട്രീയക്കാർക്കൊന്നും അറിയില്ല. അവർ വേറെ ഒരു ആംഗിളിൽ വന്ന് എന്തൊക്കെയോ പുലമ്പുന്നു, എന്താ പറയുന്നതെന്ന് ഒരു അടിസ്ഥാനരഹിതമായിട്ട് വിളിച്ചു പറയുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ അവസരം എന്ന് പറയുന്നത് ഒന്ന്. രണ്ടാമത്, പിന്നെ ഇതിനകത്ത് സേനയുടെ കാര്യം പറഞ്ഞാൽ ഒരു കാരണവശാലും സേനയിൽ രാഷ്ട്രീയമല്ല മതവും പാടില്ല എന്നുള്ളത് വളരെ കൃത്യമാണ് ഹാഷ്മി. കാര്യം അതുപോലെ തന്നെയാണ് ഈ സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളത്. ഈ സോഫിയ ഖുറേഷിയെ തന്നെ, ഇപ്പം ഈ സോഫിയ ഖുറേഷിയുടെ മതവും, ഞങ്ങൾ 99-ൽ ഇന്ത്യൻ ഓഫീസർ ട്രെയിനിങ് അക്കാഡമിയിൽ ഞാൻ ഇൻസ്ട്രക്ടറായിരുന്ന സമയത്ത് ഷീ പാസ്ഡ് ഔട്ട് ഫ്രം ദെയർ. അന്ന് സോജില്ല കമ്പനി, അതായത് ശിവാജി ബറ്റാലിയനിലുള്ള സോജില്ല കമ്പനിയിലെ ആയിരുന്നു ഈ ലേഡി കേഡറ്റ്. ആ സമയത്ത് പോലും നമ്മൾ ഈ കുട്ടിയുടെ ജാതിയോ നത്തിങ് ഈസ് ദെയർ. വി ആർ ഗിവിംഗ് പ്രോപ്പർ ട്രെയിനിങ്. ദെയർ ഇസ് നോ ക്വസ്റ്റ്യൻ ഓഫ് ആസ്കിങ് എനി കൈൻഡ് ഓഫ് ഈവൻ തിങ്കിങ് അബൌട്ട് ദോസ് ലൈൻസ് ആസ് സച്ച്. ഈ ഒരു ലെവൽ വന്നത് കുറേ വർഷങ്ങളായിട്ടുള്ളൂ. വി നെവർ തോട്ട് അബൌട്ട് ദാറ്റ്. ഒരു റിലീജിയൻ എന്ന് പറയുന്നത് ചിന്തിക്കുന്ന കാര്യമേ അല്ല. അങ്ങനെ ഒരു രീതിയില്ല. ഏതൊരു മിലിറ്ററി കന്റോൺമെന്റിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു അമ്പലമുണ്ട്, ഒരു മസ്ജിദുണ്ട്, ഒരു ഗുരുദ്വാരയുണ്ട്, അല്ലെങ്കിൽ ക്രിസ്ത്യൻ ഡോമിനേറ്റ് ഒരു ചർച്ചുണ്ട്. എല്ലാം കോമൺ ആയിട്ടാണ് അത് പറയുന്നത് എല്ലാ രീതിയിലും. ഇപ്പം ഞാൻ പറഞ്ഞു തരാം, ഞാൻ ഉള്ള ഒരു സത്യം പറഞ്ഞത്, ഇപ്പം ഞാൻ ഇവിടെ ഇരിക്കുന്നത് ജസ്റ്റ് ബിക്കോസ് ഓഫ് വൺ മുസ്ലിം സോൾജിയർ, ഹി ഈസ് നോ മോർ. എൻ്റെ ബഡി ആദ്യത്തെ 2 വർഷത്തിനിടെ തന്നെ മരിച്ചുപോയി, അത് എൻകൗണ്ടറിൽ തന്നെ. അപ്പം അങ്ങനെയുള്ള ദേശത്തിനു വേണ്ടി അങ്ങേയറ്റം ത്യാഗം ചെയ്യുന്ന എത്രയോ ഓഫീസേഴ്സ് ഉണ്ട്. ഇതൊന്നും ഇവിടെയുള്ള ഈ പൊളിറ്റിക്കൽ സൈഡിലെ രാഷ്ട്രീയക്കാർക്ക് എന്തും സംസാരിക്കാം, എന്തും പുലമ്പാം. അതല്ല ഡിഫൻസ് ഫോഴ്സസിലെ. അതായത് ഒരു റെജിമെന്റിൽ ഒരാൾ കമ്മീഷൻ ചെയ്താൽ ഹിന്ദുവോ ക്രിസ്ത്യനോ പാഴ്സിയോ എന്നല്ല ചോദിക്കുന്നത്, ആ യൂണിറ്റിന്റെ എബൈഡ് ചെയ്താണ് പറയുന്നത്. ചില യൂണിറ്റുകൾ പറയുന്നുണ്ട് രാം രാം സാഹബ് എന്നാ പറയുന്നത്. ഒരു യൂണിറ്റിന്റെ ഒരു വിഷിംഗ് സ്റ്റൈലാണ് രാം രാം സാഹബ്. അത് രാം രാം സാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറൊരു റിലീജിയൻ അല്ല, അതൊരു ഹിന്ദുവും മുസ്ലിമും പറയും. ആ ആള് തന്നെ നമ്മൾ ബക്രീദിനോ അല്ലെങ്കിൽ ഈദിന് ഒരു ഫംഗ്ഷൻ ഉണ്ടാവും മസ്ജിദിൽ, അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈദ് മുബാറക്കും പറയും, രാം രാം സാബ് ഈദ് മുബാറക്. ഇങ്ങനെയാണ് വിഷയം ചെയ്യുന്നത്. അതിനെന്താണ് നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഇഗ്നറൻസ് ആൻഡ് അജ്ഞത കൊണ്ട് മാത്രമാണ് അതേ ഞാൻ പറയുള്ളൂ, മെന്റലി ഇമ്മച്വർ വേ, അല്ലാതെ വേറൊന്നും നമുക്കിതിന് പറയാനില്ല. ഇമ്മച്വർ വേ ഒരു കാരണവശാലും. പിന്നെ എനിക്കൊരു മൈൽഡ് സജഷൻ എന്ന് പറയുന്നത്, നമ്മുടെ സീനിയർ ഓഫീസേഴ്സ് അവരെല്ലാവരും, ഞാൻ 1-2 പേരോട് സംസാരിച്ചു, ദേ ഓൾ ആർ ഈക്വലി ഹർട്ട്. ബട്ട് ആരും ഓപ്പൺ ആയിട്ട് പറയാൻ വരുന്നില്ല. വരാൻ പറ്റാത്ത ഒരു സാഹചര്യമാണെന്ന് അവർ പറയുന്നത്. ഐ ഡോണ്ട് നോ വാട്ട്. ഞാൻ അതിനകത്തോട്ട് കടക്കുന്നില്ല. വരാൻ പറ്റാത്ത സാഹചര്യമാണെന്ന് പറയുന്നു, അതിനകത്തോട്ട് ഞാൻ കടക്കുന്നില്ല. വാട്ട് എവർ ഇറ്റ് ഈസ്. പക്ഷേ ഈ ഒരു രീതി അത് ഒരു സേനയ്ക്കും ഒന്നിനും ഭൂഷണമല്ല എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ, ഒരു കാരണവശാലും. അതായത് വേറെ ഒരു എക്സാമ്പിൾ പറയാം. 65-ല് ചൈനയുടെ അധിനിവേശമാണ്. കമ്പനി ഹവിൽദാർ മേജർ, അതായത് CHM എന്ന് പറയുന്ന അബ്ദുൾ ഹമീദ് ആണ് ഒരു കമ്പനി ഹവിൽദാർ മേജറാണ്, ഓഫീസർ പോലുമല്ല. എൻ്റെ ബ്രിഗേഡിനെ 42 മണിക്കൂർ തടഞ്ഞു നിർത്തി ഒറ്റ ഒരു മനുഷ്യൻ. അത് അതിശയോക്തിയല്ല. ഒരു ഹില്ലി ടെറേനി മാത്രം 4-5 പോസ്റ്റ് പലയിടത്തായിട്ട് ഉണ്ടാക്കിയിട്ട് ഇദ്ദേഹം തന്നെ ഓടി നടന്നു. ഒരു സൈഡിൽ ചെന്നിട്ട് 2-3 ഷോട്ട് ചെയ്യും, വെടിവെച്ചിട്ട് ആ ഒരു ശബ്ദം കേൾക്കുമ്പോൾ എനിമി ഹോൾഡ് ചെയ്യും. അതുപോലെ തന്നെ ഓടി ഇവിടെ വന്ന് ½ കിലോമീറ്റർ, അര കിലോമീറ്റർ ഇപ്പുറത്ത് വന്ന് വീണ്ടും ഫയർ ചെയ്യും, ഇപ്പുറത്ത് വീണ്ടും വന്ന്, അങ്ങനെ 3 ബങ്കറിൽ ഒരേ സമയം എൻഗേജ് ചെയ്തു. അപ്പം ഈ ചൈനീസ് ട്രൂപ്സ് വിചാരിച്ചിരുന്ന എന്താ അറിയുമോ, ഇത് ഇന്ത്യൻ ട്രൂപ്സ് നല്ല രീതിയിൽ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ടെന്നുള്ള രീതിയിലാണ്. പക്ഷെ അത്രയും ഇല്ലായിരുന്നു. പക്ഷേ ഈ ഹമീദ്, കമ്പനി ഹവിൽദാർ മേജർ, ഈ ഹമീദ് ആണ് നമുക്ക് ഒരുപാട് ഈ ചൈനീസ് ബ്രിഗേഡിന്റെ മൂവ്മെന്റ് തന്നെ സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളത്. സ്റ്റോപ്പ് ചെയ്തെന്നല്ല, സ്റ്റോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൈം ബീങ്, നമുക്ക് കുറെ ടൈം കിട്ടി എന്നുള്ളത്. അങ്ങനെ എത്ര എക്സാമ്പിൾസ് ഞാൻ ഒരിക്കലും ഈ ഇതിനകത്തോട്ട് സംസാരിക്കാൻ പോലും ആളല്ല. കാരണം ഗ്രിനേഡിയേഴ്സ് റെജിമെന്റ് ഉണ്ട്. ഗ്രിനേഡിയേഴ്സ് റെജിമെന്റ് 50% മുസ്ലിംസ് ആണ്. ജമ്മു ആൻഡ് കാശ്മീർ ലൈറ്റ് ഇൻഫൻട്രി ജാക്കലൈ 50% മുസ്ലിംസ് ആണ്. എങ്ങനെയാ ഇതിപ്പോ ഞാൻ ആദ്യമായിട്ട് എന്റെ വാഗൊണ്ട് പറയുകയാണ് മുസ്ലിംസ് ആണ് എന്ന്. ഒരിക്കലും ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. കാര്യം ഒരു ട്രൂപ്സും ഒരു ജനറലും പറയില്ല. ഞാൻ പറയുന്നത് എത്ര റിട്ടയേർഡ് ജനറൽസ്മാരുണ്ടെങ്കിലും അവർ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി റൂളിംഗ് അഡ്മിനിസ്ട്രേഷനോട് പറയണം, ഇത് വെച്ചു പൊറിപ്പിക്കാൻ പാടില്ല. ഈ ഒരു കൺസെപ്റ്റ് ഒരു കാരണവശാലും, അത് ദൂരവ്യാപകമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാവും, അവരുടെ മൊറാലിനെ ബാധിക്കും. അറിയാമല്ലോ ഹാഷ്മി, ഒരു ട്രൂപ്സില് ഒരു ഒന്നിച്ച് കിടന്നുറങ്ങുന്ന ഒരു ലൈനില്, ഒരു ബാരക്കില് ഒരാള് ഇങ്ങനെ എന്തെങ്കിലും വ്യത്യസ്തമായിട്ടൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാലത്തെ അവസ്ഥ ആലോചിക്കൂ. നമ്മൾ അതുകൊണ്ട് ഒരു കാരണവശാലും ഇങ്ങനെ ഒരു ചിന്ത ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ലായിരുന്നു. ഇപ്പോൾ ഇത് എങ്ങനെ വന്നു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ.
That has to be ഉറപ്പായും arrested there. അല്ല ഉറപ്പായും അങ്ങനെയുള്ള ഇത് ഒരു സേനയ്ക്കകത്ത് പ്രശ്നം ഇങ്ങനെയില്ല. സേനയ്ക്കകത്ത് ഇങ്ങനെയില്ല. ആ ഒരു അവരുടെ വിദൂര രീതിയിലുള്ള ചിന്തയിൽ വരുന്നത്. പോലും ഇതില്ല. ഇത് വിവരം കെട്ട കുറച്ച് നേതാക്കൾ മാത്രം ഇങ്ങനെ പറയും. ഞാൻ അങ്ങനെയൊക്കെ താമസിച്ചു. സന്ദീപ് വാര്യർ ഇവിടെ എനിക്ക് കശ്മീരിൽ 2 സഹോദരങ്ങളെ കിട്ടിയെന്ന് പറഞ്ഞ രാമചന്ദ്രന്റെ മകൾ ആരതിക്കെതിരെ ഈ പറഞ്ഞ വിദ്വേഷം വാരി വിളമ്പിയ സൈബർ തെമ്മാടിക്കുട്ടമല്ല. ഇത് ഹിമാൻഷിക്കെതിരെ ഏതെങ്കിലും തരത്തിൽ വിദ്വേഷം പറയരുതെന്ന് പറഞ്ഞ ഹിമാൻഷിക്കെതിരെ വൃത്തികേട് പറഞ്ഞ സൈബർ തെമ്മാടിക്കുട്ടമല്ല. വിക്രം മിശ്രക്കെതിരെ പറഞ്ഞ തെമ്മാടിക്കുട്ടം. ഇതൊരു മന്ത്രി പറയുകയാണെന്നേ. ഓർത്തു നോക്കൂ, സന്ദീപ് വാര്യർ ഓപ്പറേഷൻ സിന്ധുവിന്റെ തുടർച്ചയിൽ നമുക്ക് 5 രക്തസാക്ഷികളുണ്ടായി. അതിലൊരാളുടെ പേര് ഇംതിയാസ് എന്നാണ്. അപ്പൊ ഈ വർഗീയവാദി ഇംതിയാസിനെ കാണുന്നത് എങ്ങനെയാകും സന്ദീപ് വാര്യർ? ഹഷ്മി, വാസ്തവത്തിൽ ഒരു പൊളിറ്റിക്കൽ ലീഡർ എന്നുള്ള നിലയ്ക്കോ ഒരു സ്പോക്സ് പേഴ്സൺ എന്ന നിലയ്ക്കോ അതിലുപരിയായിട്ടൊരു സൈനികൻ്റെ മകൻ എന്നുള്ള നിലയ്ക്ക് 971 യുദ്ധത്തിൽ സംഗ്രാം മെഡൽ വാങ്ങിയിട്ടുള്ള ഒരു സൈനികൻ്റെ മകൻ എന്നുള്ള നിലയ്ക്ക് കൂടി പറയുകയാണ് ഇന്ത്യൻ ആർമി. അദ്ദേഹം പറഞ്ഞ പോലെ തന്നെയാണ് ഇന്ത്യൻ ആർമി ഒരു സെക്യുലർ ആയിട്ടുള്ള, ടോട്ടലി സെക്യുലർ ആയിട്ടുള്ള ഒരു എസ്റ്റാബ്ലിഷ്മെൻ്റാണ്, ഒരു സംവിധാനമാണ്. അതിനകത്ത് ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ക്രിസ്ത്യാനിയെന്നോ സിഖെന്നോ പാഴ്സിയെന്നോ ഒന്നുമില്ല. അതിനകത്ത് ഇന്ത്യൻ എന്ന വികാരം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ മതം തിരിച്ച് സൈനികരെ കാണുന്നത് അത് അത്യന്തം അപകടകരമായിട്ടുള്ള സാഹചര്യമാണ്. ഏറ്റവും ദുഃഖകരമായിട്ടുള്ള കാര്യം, ഇന്ന് BJPയുടെ മന്ത്രിയുടെ പ്രസ്താവന പാകിസ്ഥാന് ആഘോഷമായി മാറിയിരിക്കുന്നു. അതേറ്റവും പ്രയാസമുള്ള കാര്യമാണ്. അവിടുത്തെ ഹമീദ് മിറിനെ പോലെയുള്ള പാകിസ്ഥാനിലെ വിഖ്യാതരായിട്ടുള്ള പത്രപ്രവർത്തകർ, മാധ്യമപ്രവർത്തകർ ഇന്ന് ഇന്ത്യ മുസ്ലിം സൈനികരെ പോലും, അല്ലെങ്കിൽ മുസ്ലിം വിഭാഗത്തിൽ വിശ്വസിക്കുന്ന, ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്ന സൈനികരെ പോലും അവഹേളിക്കുന്നു എന്ന് പാകിസ്ഥാന്റെ ഭാഷയായി അത് മാറിയിരിക്കുന്നു. BJPയുടെ മന്ത്രി പറഞ്ഞ കാര്യം പാകിസ്ഥാനിൽ ആഘോഷമായി അവരത് എടുത്ത് ഇന്ത്യക്കെതിരായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പ്രയാസമുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ രക്തം തിളയ്ക്കുന്ന, ഹൃദയം അങ്ങേയറ്റം വേദനിക്കുന്ന ഒരു രീതിയിലാണ് നമ്മളൊക്കെ ഇതിനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നേരത്തെ അദ്ദേഹം പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു ഫാക്ച്വലായിട്ട് എറർ പറ്റിയിട്ടുണ്ട്. അബ്ദുൾ ഹമീദ്, പരംവീർ ചക്ര അബ്ദുൾ ഹമീദാണ്. അദ്ദേഹത്തിന് രാജ്യം ഏറ്റവും ഉന്നതമായിട്ടുള്ള പദവിയാണ് അബ്ദുൾ ഹമീദ് എന്ന് പറയുന്ന ടാങ്ക് ഡിസ്ട്രോയർക്ക് നൽകിയത്. 1965 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ 8 ടാങ്കുകൾ തകർത്തതിന് ശേഷം 9ാമത്തെ ടാങ്ക് തകർക്കാൻ വേണ്ടി അതിന് മുകളിൽ കയറിയപ്പോൾ, പാകിസ്ഥാന്റെ 8 ടാങ്കുകൾ തകർത്ത് 9ാമത്തെ ടാങ്ക് തകർക്കാൻ വേണ്ടി അതിന് മുകളിൽ കയറിയപ്പോഴാണ് ഷെല്ല് വീണിട്ട് അബ്ദുൾ ഹമീദ് ബലിദാനിയാകുന്നത്, വീരമൃത്യു വരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പേരിൽ സ്റ്റാമ്പ് വരെ ഇന്ത്യ ഇറക്കിയിട്ടുണ്ട്. ആ സ്റ്റാമ്പാണ് ഈ കാണുന്നത്, പരംവീർ ചക്ര അബ്ദുൾ ഹമീദ്. അപ്പം മതം നോക്കിയിട്ടാണോ ഇന്ത്യ എന്ന് പറയുന്നത്? നമ്മുടെ മാതൃരാജ്യത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൽപ്പെട്ടവർ മാത്രമാണോ സ്വന്തം ജീവൻ ബലിയർപ്പിച്ചിട്ടുള്ളത്? ഇവിടെ നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി തൂക്കുകയറിൽ ഏറിയവരിൽ എല്ലാ മതവിഭാഗക്കാരും ഇല്ലേ? രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആൻഡമാൻ ജയിലിൽ പോയി കടന്നവരിൽ എല്ലാ മതവിഭാഗക്കാരും ഇല്ലേ? ഇവർക്ക് എങ്ങനെയാണ് സൈനികരെ മതം തിരിച്ച് ഇങ്ങനെ പറയാൻ സാധിക്കുന്നത്? ഇതിലും വലിയ പാതകം എന്താ ചെയ്യാനുള്ളത്? നോക്കൂ, ഈ നിമിഷം വരെ ആ മന്ത്രിയെ പുറത്താക്കാൻ BJP തയ്യാറായിട്ടുണ്ടോ? ഈ നിമിഷം വരെ എന്തേ ആ മന്ത്രിയെ പുറത്താക്കാത്തത്? ആ മന്ത്രിയെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അഷ്മി. ആ മന്ത്രി പ്രധാനമന്ത്രിയുമായി വളരെ ചങ്ങാത്തമുള്ളയാളാണ്. ഈ മന്ത്രി ഇതിനു മുൻപ് ഒരു BJP വനിതാ നേതാവിനെതിരെ സെക്സിയസ്റ്റ് റിമാർക്ക് നടത്തി എന്നുള്ളതിന്റെ പേരിൽ രാജിവെക്കേണ്ടി വന്നിട്ടുള്ളയാളാണ്. നിരവധി ഉദാഹരണമാണ് ഇതുപോലെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള അങ്ങേയറ്റം വർഗീയവാദിയായിട്ടുള്ള ഒരു മനുഷ്യനാണ്. ആ മനുഷ്യനെ വീണ്ടും BJP ടിക്കറ്റ് കൊടുത്ത് വിജയിപ്പിക്കുകയും അയാളെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. ഈ അടുത്ത നിമിഷം പുറത്താക്കേണ്ടതല്ലേ? ഇന്ത്യയുടെ അന്താരാഷ്ട്ര തലത്തിലുള്ള പ്രതിച്ഛായ നഷ്ടപ്പെടുത്തിയ മന്ത്രിക്കെതിരെ നടപടിയെടുക്കാൻ BJPക്ക് ഈ നിമിഷം വരെ സാധിച്ചിട്ടുണ്ടോ? ഇപ്പൊ സുപ്രീം കോടതി വരെ പോയി നടക്കുകയല്ലേ? കോടതി പറഞ്ഞില്ലേ, ഹൈക്കോടതി പോയി മാപ്പ് ചോദിക്കാൻ പറഞ്ഞില്ലേ? അപ്പൊ നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനത്തെ, നമ്മുടെ സേനയുടെ അഭിമാനത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി മനഃപൂർവ്വം അതിലേക്ക് മതവർഗീയത കുത്തിക്കലത്തിയിട്ട് ആ മന്ത്രിയെ സംരക്ഷിക്കുന്ന നിലപാട് BJP എടുക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഈ രാജ്യത്തെ 140 കോടി ജനങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല. നരേന്ദ്രമോദി എപ്പോഴും പറയാറുണ്ടോ, ഞാൻ 140 കോടി ജനങ്ങളുടെ പ്രധാന സേവനാണെന്ന്. ആ 140 കോടി എന്ന് പറയുന്നതിൽ ഈ രാജ്യത്തെ മുസ്ലിങ്ങൾ ഉൾപ്പെടില്ലേ? ഈ രാജ്യത്തെ ക്രിസ്ത്യാനികൾ ഉൾപ്പെടില്ലേ? ഇത് എന്ത് വർത്തമാനമാണ് BJPയുടെ മന്ത്രി പറയുന്നത്? അത് മാത്രമല്ല, ഇപ്പൊ എല്ലാ ദിവസവും ആളുകൾക്ക് രാജ്യദ്രോഹ സർട്ടിഫിക്കറ്റ് അച്ചടിച്ച് കൊടുക്കുകയല്ലേ? ഇവിടെ RSSന്റെ കേസരിയുടെ പത്രാധിപര് വേടൻ എന്ന് പറയുന്ന റാപ്പർക്കെതിരെ പറഞ്ഞ എന്താണ്? അയാളെയും ഇപ്പോൾ ദേശദ്രോഹിയുടെ ലിസ്റ്റിൽ പെടുത്തിയിരിക്കുകയാണ്. ദേശദ്രോഹ ഫണ്ട് വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. 10 കൊല്ലമായി മോദി ഭരിക്കുന്നു. വേടൻ എന്ന് പറയുന്ന റാപ്പർക്ക് ദേശദ്രോഹ ഫണ്ട് വരുന്നുണ്ടെങ്കിൽ എന്തേ നിങ്ങൾ പിടിച്ച് അകത്തിടാത്തത്? ഹിപ്പ് ഹോപ്പ് കൾച്ചർ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഡിസെന്റിന് വേണ്ടിയിട്ടുള്ളതാണ്. അമേരിക്കയിൽ, ന്യൂയോർക്കിൽ ഇത് രൂപം കൊള്ളുന്നത് തന്നെ, ബ്രോങ്സിൽ ഇത് രൂപം കൊള്ളുന്നത് തന്നെ റേസിസത്തിനെതിരായിട്ടുള്ള, അതല്ലെങ്കിൽ പിന്നെ വർണ്ണവെറിക്കെതിരായിട്ടുള്ള ഒരു കലാരൂപം എന്നുള്ള നിലയ്ക്കാണ്, ഒരു ഡിസെന്റ് എന്നുള്ള നിലയ്ക്കാണ്. അത് പോട്ടെ സന്ദീപ്, അത് പാട്ടുപാട്ടാന്ന് പറയാം. ഷവർമ കഴിക്കാൻ പ്രശ്നമല്ലേ? ഇപ്പൊ ഷവർമ കഴിച്ചാൽ ഇനി രാജ്യദ്രോഹി കളയില്ലേ? ഇപ്പോ പാവം നമ്മുടെ ലാലേട്ടനെ രാജ്യദ്രോഹിയാക്കല്ലേ? എന്താ ഇത്?
എല്ലാവരും അഖിലിന്റെ കാര്യം ആലോചിച്ച് നോക്കൂ. അഖിൽ എന്ത് തെറ്റ് ചെയ്തു? അഖിൽമാരാര് തലേ ദിവസം വരെ അഖിൽമാരാർക്ക് വേണ്ടി കൈയടിച്ചിരുന്ന ആളുകൾ തന്നെ പോയി അഖിൽമാരാർക്കെതിരെ കാൽപ്പായ കടലാസിൽ പരാതി എഴുതി കൊടുക്കുകയാണ്. നോക്കൂ, ഈ രാജ്യദ്രോഹം എപ്പോഴാണ് വരുന്നത്? അത് കൺവിക്ഷനോടുകൂടി അതല്ലെങ്കിൽ അത് അദ്ദേഹത്തിന് അങ്ങനെ ഉദ്ദേശം ഉണ്ടായിരുന്നു എന്നുള്ള പരിഗണിക്കണ്ടേ? അഖിൽമാരാർ പറഞ്ഞ എന്തെങ്കിലും വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, തെറ്റിദ്ധാരണാജനകമായ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെതിരായിട്ട് ഒരു ആനുപാതികമായിട്ടുള്ള നടപടിയിൽ എടുക്കേണ്ടത്. ഇത് അഖിൽമാരാർ രാജ്യദ്രോഹിയാണോ? അയാളൊരു ചെറുപ്പക്കാരനായിട്ടുള്ള കേരളം മുഴുവൻ അറിയപ്പെടുന്ന ഒരു യുവ സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരു മനുഷ്യൻ, അയാൾക്കെതിരെ എന്ത് വൈരാഗ്യത്തിന്റെ പേരിലാണ് ഈ പരാതി കൊണ്ടുപോയി എഴുതി കൊടുത്തത്? വേറെ ഒന്നും കൊണ്ടല്ല അഷ്മി. അഖിൽമാരാരുടെ ആദ്യത്തെ സിനിമയിൽ BJP-യുടെ മുൻ സംസ്ഥാന പ്രസിഡന്റിനെതിരെ നല്ല ട്രോളുണ്ട്. അപ്പോൾ അഖിൽമാരാർക്കെതിരെ ഒരു വിഷയം കിട്ടിയപ്പോൾ എന്നാൽ അഖിൽമാരാരെ പിടിച്ച് ജയിലിടാമെന്ന് പറഞ്ഞ് BJP-യുടെ കൊട്ടാരക്കര മണ്ഡലം കമ്മിറ്റി കാൽപ്പായ കടലാസിൽ പരാതി എഴുതി കൊടുക്കുന്നു. പിണറായി വിജയന്റെ പോലീസ് ഒരു മിനിറ്റ് വൈകാതെ അഖിൽമാരാർക്കെതിരെ കേസെടുക്കുക. എന്താ കാരണം? പിണറായി വിജയനെതിരെ നിരന്തരമായി മുഖ്യമന്ത്രിക്കെതിരെ വിമർശനം ഉന്നയിച്ചയാളാണ് അഖിൽമാരാർ. ഇതാണ് ചെയ്ത കുറ്റം. അപ്പൊ CPM BJP ബന്ധാണ് ഇക്കാര്യത്തിൽ. അഖിൽമാരാർ എന്ത് തെറ്റാ ചെയ്തിട്ടുള്ളത്? ശ്രീ ഉല്ലാസ് ബാബു, ഇവിടെ ഈ മന്ത്രി, നിങ്ങൾ ഈ BJP-യുടെ കുൻവർ വിജയ് ഷാ എന്ന് പറയുന്ന ഈ മന്ത്രി പറഞ്ഞത് ശുദ്ധമായ തോന്നിയവാസവും മര്യാദകേടുമാണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അത് BL സന്തോഷ് മനസ്സിലായിട്ടുണ്ട്. അദ്ദേഹമാണ് എന്തെങ്കിലും ഒന്ന് പറഞ്ഞത്. പക്ഷേ അത് ഈ മന്ത്രിയുടെ പേരെടുത്ത് പറയാതെ സോഫിയ ഖുറേഷിക്ക് ഒരു പിന്തുണ, നല്ല കാര്യം, നമുക്കെല്ലാം പിന്തുണയാണല്ലോ. ഈ മന്ത്രിയെ പുറത്താക്കാൻ ആ സർക്കാർ തയ്യാറാവാത്ത എന്താണ് ശ്രീ ഉല്ലാസ് ബാബു? പുറത്താക്കേണ്ടതല്ലേ ശ്രീ ഉല്ലാസ് ബാബു? ഹാഷ്മി, BJP-യെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ ബഹുമാനിയായിട്ടുള്ള കേണൽ സോഫിയ ഖുറേഷിയെ 100% അവർക്കൊപ്പം തന്നെയാണ്, അവർക്ക് പരിപൂർണ പിന്തുണയാണ്. ഒപ്പം തന്നെ ഈ പറയപ്പെടുന്ന വ്യക്തി, മന്ത്രി, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ പരിപൂർണമായി തെറ്റുമാണ്, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. അദ്ദേഹം പറയേണ്ട ഒരു കാര്യവുമല്ല. പ്രത്യേകിച്ച് ഒരു ഭരണഘടനാ ഒരു പൊസിഷനിലിരിക്കുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ അദ്ദേഹം അത് തൊട്ട് സത്യം ചെയ്ത് വന്നിട്ടുള്ള വ്യക്തി എന്ന രീതിയിൽ അദ്ദേഹം ഇത് പറയാൻ പാടാത്തതുമാണ്. അത് പറയേണ്ട ആവശ്യകത ഭാരതത്തിൽ ഇന്ന് ഇല്ലാത്തതുമാണ്. ഒരു കാരണവശാലും അത് പറയാൻ പറഞ്ഞതിനെ അംഗീകരിക്കുന്നുമില്ല. പിന്നെ അദ്ദേഹം മാപ്പ് പറഞ്ഞു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഒരു പാർട്ടി എന്ന രീതിയിൽ ആ പാർട്ടി എന്ത് നടപടിയെടുക്കണം എന്നുള്ളത് പരിപൂർണമായിട്ടും ഹാഷ്മിയും ഞാനും ഒക്കെ പൂർണ്ണമായിട്ടും എന്തിനാണോ വേണ്ടി വാദിക്കുന്നത് ആ വാദിക്കുന്ന വിഷയത്തിൽ പൂർണ്ണമായിട്ടുള്ളൊരു തീരുമാനം ഭാരതീയ ജനതാ പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ മധ്യപ്രദേശ് ചീഫ് മിനിസ്റ്ററുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുമെന്ന് ഞാനും വിശ്വസിക്കുന്നു. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ നമ്മുടെ പ്രയാസമുണ്ടാക്കിയ, നമ്മുടെ നാടിന് ദോഷമുണ്ടാക്കിയിട്ടുള്ള ശക്തികൾക്ക് നേരെ ശക്തമായി നമ്മൾ രംഗത്ത് വന്നിട്ടുള്ളത്. പ്രധാനമന്ത്രി ബഹുമാനായിട്ടുള്ള ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ സൈന്യത്തിന് പൂർണ്ണ പിന്തുണ കൊടുത്തുകൊണ്ട്, സൈന്യത്തിന് പൂർണ്ണ അധികാരം കൊടുത്തുകൊണ്ട്, അവർക്ക് എല്ലാവിധ കാര്യങ്ങളും ചെയ്യാനുള്ള അധികാരം കൊടുത്തുകൊണ്ട്, സൈന്യത്തിൽ വിശ്വാസമർപ്പിച്ച് സൈന്യത്തോടൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിച്ചതുകൊണ്ട് ഞാനും ഹാഷ്മിയും അടക്കമുള്ള ആളുകൾ, ഞാൻ അതിനുശേഷം പിന്നെ ചർച്ചയ്ക്ക് വന്നിട്ടില്ല, പക്ഷേ ഹാഷ്മിയോടും പറയുന്നു, നിങ്ങളുടെ റിപ്പോർട്ടിങ്ങൊക്കെ ഞാൻ കേട്ടിട്ടുള്ളതാണ്. ആ സമയത്തൊക്കെ എല്ലാവരും ഒരു കെട്ടായിട്ട് തന്നെയാണ് ഈ വിഷയത്തെ നേരിട്ടതും ആ വിഷയത്തെ അനുകൂലിച്ചുകൊണ്ട് നമ്മുടെ നാടിന് ദോഷം ചെയ്തവർക്ക് നേരെ നമ്മൾ ശക്തമായി നിന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രവൃത്തി, അത് BJP-യുടെ വ്യക്തിയായതുകൊണ്ട് അല്ലെങ്കിൽ BJP-യുടെ നേതാവായതുകൊണ്ട് ഞങ്ങൾ BJP അയാൾ പറഞ്ഞത് മാത്രമാണ് ശരിയെന്ന് പറയുമെന്നുള്ളൊരു തെറ്റിദ്ധാരണ വേണ്ട. അത് പൂർണ്ണമായിട്ട് പറയാൻ പാടാത്ത കാര്യമാണ്. കാര്യമാണ്. സൈന്യത്തിൽ അങ്ങനെ ഒരു കഥയുമില്ല, കഥയില്ല. ഒരു സംശയം കേണൽ ഖുറേഷിക്ക് അനുകൂലമായി പറഞ്ഞു അത് വഡോദരയുടെ മകളാണ്, രാജ്യത്തിന്റെ മകളാണെന്ന് പറഞ്ഞു. അതിൽ പോലും ഈ മന്ത്രി പറഞ്ഞ തെറ്റാണ് എന്നൊരു വാക്ക് മന്ത്രിയുടെ പേരെടുത്ത് പറയുന്നില്ല. BJP-യുടെ പ്രധാനപ്പെട്ട നേതാക്കൾ ആരും പറയുന്നില്ല. ഒരു FIR ഇടുന്നില്ല. FIR ഇട്ട് എപ്പോഴാണ്? അവിടുത്തെ ഹൈക്കോടതി വടിയെടുത്തപ്പോഴാണ് FIR പോലും ഇടുന്നത്. FIR ഇട്ട FIR അങ്ങനെയാണ്. വാലും തലയില്ലാത്ത ഒരു പല്ലില്ലാത്ത FIR എന്ന് പറയുന്നത് കോടതിയാണ്. ഉല്ലാസ് ബാബു, ഇത് മറ്റു വിഷയം പോലെയാണോ? ആക്ട് ചെയ്യേണ്ടൊക്കെ കടുത്ത ഭാഷയിൽ. നോക്കൂ ഹാഷ്മി പറഞ്ഞ വിഷയം ഒന്നുകൂടി ലാസ്റ്റ് പറഞ്ഞ വരി എന്താ? ലാസ്റ്റ് പറഞ്ഞതെന്താ? അല്ല, ഞാൻ ചോദിച്ചത് കടുത്ത ഭാഷയിൽ ആക്ട് ചെയ്യേണ്ട ഒരു വിഷയമല്ലേ? മറ്റു വിഷയങ്ങൾ പോലെയാണോ? മറ്റു രാഷ്ട്രീയ വിഷയങ്ങൾ പോലെയാണോ? ഇത് കടുത്ത ഭാഷയിൽ പ്രവർത്തിക്കേണ്ട വിഷയമല്ലേ? ഹാഷ്മി, ഒരു സംശയമില്ലെന്നേ. ഞാൻ പറഞ്ഞല്ലോ, BJP-യുടെ കേന്ദ്ര സർക്കാരോ ഒരു കാരണവശാലും ഇങ്ങനൊരു ചിന്താഗതി പോലും ഇല്ലാത്ത. ഞാൻ ചോദിക്കട്ടെ, ഇത്ര കോടിക്കണക്കിന് ജനങ്ങൾ പരിപൂർണമായി ബഹുമാനിച്ച് അംഗീകരിച്ച് 100% എല്ലാ തരത്തിലും ബഹുമാനിക്കുന്ന ഈ സേനയെക്കുറിച്ച് ഒരു വ്യക്തി അത് പറഞ്ഞുവെങ്കിൽ 100% ആ വ്യക്തിയുടെ മാത്രം അഭിപ്രായമാണ്. പാർട്ടിക്കോ കേന്ദ്ര സർക്കാരിനോ BJP-ക്കോ ഒരു പങ്കാളിത്തമില്ല. പരിപൂർണമായിട്ട് നടപടികൾ ഉണ്ടാകും. ആ നടപടികൾ ആ പാർട്ടിയുടെ തലത്തിൽ എടുക്കണം.
എടുക്കേണ്ടത്. ഇപ്പോൾ ഞാനോ ഹാഷ്മിയോ എടുക്കാൻ സാധ്യമാവില്ല. അപ്പോൾ പാർട്ടിയുടെ തലത്തിൽ തന്നെ നടപടിയെടുക്കുമെന്നുള്ളത് 100% കറക്റ്റാണ്. പിന്നെ ഹാഷ്മി ചോദിച്ച കാര്യം പൂർണ്ണമായിട്ട് നടപടിയെടുക്കേണ്ട കാര്യം തന്നെയാണ്. അങ്ങനെ ഒരു കാര്യം പറയേണ്ട ഒരു ആവശ്യകതയില്ല. ആ സഹോദരി അങ്ങനെ ഒരു കാര്യത്തിൽ ചർച്ചയിൽ വരേണ്ട വിഷയമല്ല. ഈ രാജ്യത്തിന് വേണ്ടി 100% ഡെഡിക്കേഷനോട് കൂടി ഈ സമൂഹത്തിനെ കാത്തവരാണ് അവർ, കരുതലോടുകൂടി കാത്തവരാണ് അവർ. അവർക്ക് എതിരെ അങ്ങനെ സംസാരിക്കേണ്ട കാര്യമില്ല. ഇനി അയാൾ എന്തുദ്ദേശം വെച്ച് സംസാരിച്ചതാണെങ്കിലും ആ ഉദ്ദേശത്തെ ഞാനോ ഹാഷ്മിയോ കോൺഗ്രസിൻ്റെ പ്രതിനിധിയോ നേരത്തെ പറഞ്ഞ റിട്ടയേർഡ് സൈനിക ഉദ്യോഗസ്ഥൻ അദ്ദേഹം സാറോ ഒരു കാരണവശാലും അംഗീകരിക്കില്ല. കേരളവും അംഗീകരിക്കില്ല, ഭാരതവും അംഗീകരിക്കില്ല, BJP അംഗീകരിക്കില്ല. പിന്നെ ഒരു വ്യക്തി ഒരു ഇത് പറഞ്ഞു, അത് ഞങ്ങളുടെ പാർട്ടിയിൽപ്പെട്ട ആളായി എന്നുള്ളത് കൊണ്ട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെ ശിരസാവഹിച്ച് അതാണ് ശരിയെന്നും പറയാനൊന്നും ഞങ്ങളാരും തയ്യാറില്ല. BJPയും തയ്യാറില്ല, BJPയും തയ്യാറില്ല, കേന്ദ്ര സർക്കാരും തയ്യാറില്ല. 100% നടപടികളുണ്ടാവും. ആ നടപടി എടുക്കേണ്ട തലത്തിൽ എടുക്കേണ്ട ആളുകൾ തന്നെയാണ് എടുക്കുക. ഹാഷ്മി 100% പറഞ്ഞ കാര്യങ്ങൾ പരിപൂർണമായി തന്നെ പാർട്ടി പരിഗണിക്കും. അല്ലെങ്കിൽ ഹാഷ്മി അടക്കമുള്ള പൊതുസമൂഹം, ഭാരതീയർ അനുഭവിച്ചിട്ടുള്ള ഈ പ്രയാസത്തെ പൂർണ്ണമായിട്ട് തന്നെ BJP എടുക്കും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അത് നടക്കുകയും ചെയ്യും. ഓക്കെ, ഉല്ലാസ് ബാബുവും കേരളത്തിലെ BJP നേതൃത്വം അങ്ങനെ പറയൂ എന്നെങ്കിൽ നന്നായി അറിയാം. അല്ലാതെ മറിച്ചൊരു നിലപാട് നിങ്ങൾ ആരും പറയില്ല. അത്രത്തോളം ബോധമില്ലാത്ത ആരും ഇവിടെ ഇല്ലെന്നാണ് എനിക്കും അറിയാം. ശ്രീ രാഹുൽ ഈശ്വർ, കേരളത്തിലെ BJP നേതൃത്വം ഒന്നല്ല ഹാഷ്മി. നമ്മൾ ഭാരതീയർ എല്ലാവരും ആ ആറ്റിറ്റ്യൂഡാണ്. ഒരാൾ പൊട്ടയായി പോയി അല്ലെങ്കിൽ പൊട്ട വർത്തമാനം പറഞ്ഞു എന്നുള്ളത് കൊണ്ട് BJPയുടെ രാജ്യസ്നേഹത്തിനോ BJP സൈനികരോടുള്ള ബഹുമാനത്തിനോ BJPയുടെ കേന്ദ്ര സർക്കാരിൻ്റെ പ്രവൃത്തിയോ ഒന്നും നമുക്ക് ഒരിക്കലും ചെറുതായി കാണാൻ സാധിക്കില്ലല്ലോ. ഇവിടെ നമ്മൾ കൃത്യമായി തന്നെ പറയുന്നു, ഒരു പേട് അനാവശ്യം പറഞ്ഞുവെങ്കിൽ അനാവശ്യത്തിന്റെ പുറകെ പോകാൻ BJP ഇല്ല. BJPയുടെ വ്യക്തമാണ്. പക്ഷേ ആ പേടി ഇപ്പോഴും മന്ത്രിസ്ഥാനം തുടരുന്നു എന്നതാണ് സങ്കടം. അയാൾ എന്താണ് ഒരു തവണ അല്ല 10 തവണ രാജിവെക്കാം എന്നൊക്കെ പറഞ്ഞാലും അതൊന്നും പോരാ. പാർട്ടി അത് കൃത്യമായി തന്നെ തീരുമാനം. ആ മാപ്പ് അങ്ങ് വീട്ടിൽ കൊണ്ട് വെച്ചാൽ മതി, താങ്കൾ മന്ത്രിസ്ഥാനം മതി, ആ വേഷം ഊരുത്തുന്ന വീട്ടിൽ പോയിരുന്നു മാപ്പ് പറഞ്ഞോ എന്ന് പറയേണ്ടതാണ്. അത് പറയുമെന്ന് പ്രതീക്ഷിക്കാം. ശ്രീ രാഹുൽ ഈശ്വർ, ഒരു അതുൽ ശ്രീധരൻ എന്ന് പറയുന്ന ഒരു നട്ടലുള്ള ജഡ്ജുണ്ട് മധ്യപ്രദേശ് ഹൈക്കോടതിയിൽ. ഞാൻ അങ്ങനെ തന്നെ പറയും, ഒരു എക്സ്ട്രാ ബോൺ ജഡ്ജ്. അദ്ദേഹം പറഞ്ഞ എന്താണെന്നറിയോ എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് നടപടി എടുക്കണമെന്ന് പറഞ്ഞു. അതിനുശേഷം പറഞ്ഞു, to enforce the order of this court, I will bring the hell down if need be. I will ensure that it is done. എന്ന് പറഞ്ഞാൽ ഈ എന്താണ് bring the hell down എന്നൊക്കെ പറയുന്നത് കടുത്ത ഭാഷയാണ് കേട്ടോ. ആ കടുത്ത ഭാഷ അടുത്ത കാലത്ത് ഒരു ജഡ്ജി പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ല. അങ്ങനെ കടുത്ത ഭാഷയിൽ പറഞ്ഞതുകൊണ്ടാണ് FIR ഉണ്ടായത്. ആ FIR പോലും ഉടായ്പ FIR ആണെന്നാണ് പറയപ്പെടുന്നത്. രാഹുൽ ഈശ്വർ, ജഡ്ജിയോട് രാജ്യം കടപ്പെട്ടിരിക്കുന്നു. ആ അതുൽ ശ്രീധരൻ എന്ന ജഡ്ജിയുടെ കാലിൽ തൊട്ട് പ്രണമിച്ച് നമ്മുടെ ഓരോ ഇന്ത്യക്കാരനും പറയാൻ ആഗ്രഹിച്ച കാര്യം പുള്ളിയാണ് പറഞ്ഞത്. ഹാഷ്മി വളരെ ശരിയായി ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരിക്കലും ഒരു ജഡ്ജി ഹെൽ എന്നുള്ള വാക്കൊന്നും കോടതിയുടെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഹൈക്കോടതിയിലെ ഡിവിഷൻ ബെഞ്ചിലെ ഒരു ജഡ്ജിയാണ്. ഐ വിൽ ബ്രിങ് ദ ഹെൽ ഡൗൺ. ഇന്ന് വൈറ്റിനുള്ളിൽ FIR ഇട്ടില്ലെങ്കിൽ DGPക്കെതിരെ കണ്ടംപ്റ്റ് പ്രൊസീഡിംഗും എടുക്കുമെന്ന് പറഞ്ഞു. എല്ലാ പ്രധാനപ്പെട്ട ലീഗൽ പോർട്ടൽസും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ കേസ് ഉണ്ടായത്. നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും പറഞ്ഞവരോട് യോജിച്ചുകൊണ്ട് തന്നെ ഇത് പരംവീര ചക്ര അബ്ദുൽ ഹമീദിന്റെ വിധവയായ റസൂലൻ ബീവിയാണ്. നമ്മുടെ മേജർ ജനറൽ ആയിരുന്ന ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് ആയിരുന്ന ബിപിൻ റാവത്ത് ഒഫീഷ്യൽ ഡ്രസ്സിൽ ഒരു പരിപാടിക്ക് വന്നപ്പോൾ റസൂലൻ ബീവിയുടെ കാലിൽ തൊട്ട് ചിത്രങ്ങളാണ്. അത് വളരെ വൈറലായിരുന്നു. അതായത് പ്രത്യേകിച്ച് ഒരു ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് ആ വസ്ത്രത്തിൽ, അതായത് മേധാവിയുടെ വസ്ത്രത്തിൽ വന്ന് ഒരു വിധവയുടെ കാല് തൊട്ട് തൊഴുന്നു, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന് വേണ്ടി മരിച്ച ഒരാളുടെ കാല് തൊട്ട് തൊഴുന്നു എന്ന് പറയുന്നത് അതാണ് ഇന്ത്യൻ സംസ്കാരം. അവിടെയാണ് നമ്മളെല്ലാം ഈ വിഷയത്തിൽ ഒരുമിച്ച് നിർത്തേണ്ടതും രാഷ്ട്രീയത്തിന് അതീതമായി ഈ വിവരദോഷിയായ ഈ വിജയ് ഷാ പറഞ്ഞതിനെ ശക്തമായി തള്ളിപ്പറയേണ്ടതിന്റെ ആവശ്യകത എവിടെയാണ്? അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. ഇന്ത്യൻ ആർമിയാണ്, അത് ഈ കോടതി വിധിയിലും പറയുന്നുണ്ട്, ഇന്ത്യയിൽ ഇതുവരെ ഏറ്റവും ക്രെഡിബിലിറ്റി ഉള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യൻ ആർമിയാണെന്ന് കോടതി എടുത്തു പറയുന്നുണ്ട്. കാരണം ഇന്ത്യൻ ആർമി മതസൗഹാർദ്ദത്തിൽ വിശ്വസിക്കുന്ന ആർമിയാണ്, എല്ലാ മതങ്ങൾക്കും സ്പേസ് ഉള്ള ആർമിയാണ്, എല്ലാ ആരാധനാലയങ്ങളും ഒരുമിച്ചുള്ള ആർമിയാണ്. ടെറിട്ടോറിയൽ ആർമിയുടെ ഭാഗമായിട്ടുള്ള സെലക്ഷൻ പ്രോസസ്സിന് പങ്കെടുക്കാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അവിടെ എല്ലാവരും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ അടക്കമുള്ള മുറികൾ ഒരുമിച്ചാണ്. നമുക്ക് സിഖ് റെജിമെന്റ് ഉണ്ട്, നമ്മളുടെ എല്ലാ പട്ടാളക്കാരും എല്ലാ വിഭാഗത്തിൽ നിന്നും ഉണ്ട്. അപ്പൊ ഏറ്റവും മതസൗഹാർദ്ദപരമായ പ്ലൂറലിസ്റ്റിക് ആയ ഒരു ആം ഫോഴ്സസ് ആണ് നമുക്കുള്ളത്. അതിനെ സോഫിയ ഖുറേഷിയെ അവരുടെ സിസ്റ്റർ എന്ന് അഭിസംബോധന ചെയ്തത് ക്ഷമിക്കാൻ കഴിയില്ല. അവിടെയാണ് ഉല്ലാസ് ജി അടക്കമുള്ള എല്ലാ നല്ല BJPക്കാരും എന്നെ തള്ളി പറഞ്ഞിട്ടുണ്ട്. കുറച്ചുകൂടി ഉച്ചത്തിൽ തള്ളി പറയേണ്ട കാര്യങ്ങൾ സോഫിയ ഖുറേഷിക്കെതിരെയുള്ള ആക്രമണം, അല്ലെങ്കിൽ നമ്മുടെ വിക്രം മിസ്രിക്കെതിരെയുള്ള ആക്രമണം. അദ്ദേഹത്തിന് ട്വിറ്റർ പൂട്ടേണ്ടി വന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക, വിക്രം മിസ്രിയുടെ മകൾ പാവപ്പെട്ട രോഹിംഗ്യകളെ വാജ്പേയി സർക്കാർ അടക്കം ഇവിടെ കുറച്ച് ആൾക്കാരെ മുഖ്യ സംരക്ഷിച്ചിട്ടുണ്ട്. ആ വിക്രം
വിക്രം മിശ്രയുടെ മകളുടെ നമ്പർ അടക്കം എടുത്തിട്ട് വിക്രം മിശ്രയെയും ഭാര്യയെയും മകളെയും ചീത്ത വിളിക്കുന്ന അവസ്ഥ ഉണ്ടാകുക. നമ്മുടെ രാജ്യത്ത് ഈ എക്സ്ട്രീം റൈറ്റ്, ഞാനൊരു വലതുപക്ഷക്കാരനാണ്, ഞാനൊരു ഹിന്ദു റൈറ്റ് വിങ് ആക്ടിവിസ്റ്റ് ആണ്, പക്ഷേ ഈ എക്സ്ട്രീം റൈറ്റ്, ഈ തീവ്ര വലതുപക്ഷം, ഈ ഗോഡ്സേവാദം എന്നൊക്കെ പറയുന്ന പക്ഷത്തെ കുറെ കൂടെ ശക്തിയുക്തമായി നമുക്ക് തെള്ളിപ്പറയാൻ കഴിയണം. ആ തെള്ളി പറഞ്ഞില്ലെങ്കിൽ മറുഭാഗത്ത് അർബൻ നക്സലുകൾ ഉള്ളതുപോലെ ഇപ്പുറത്തെ ഭാഗത്ത് അർബൻ നാസികളുമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പുറത്ത് ഒരുപാട് അർബൻ നക്സലുകളുണ്ട്, സംശയമൊന്നുമില്ല. അതേപോലെ ഇപ്പുറത്തും ഒരുപാട് അർബൻ നാസികളുമുണ്ട്, ഗോഡ്സേവാദികളുണ്ട്. അവരെ മുഖ്യധാരയിൽ നിൽക്കുന്ന ആൾക്കാർ തെള്ളി പറഞ്ഞില്ലെങ്കിൽ അവർക്ക് ഊർജം കൂടുകയാണ് ചെയ്യുക. നമ്മുടെ ലാലേട്ടനെ രാജ്യദ്രോഹിയാക്കി, അഖിൽ മാരാരെ രാജ്യദ്രോഹിയാക്കി, വേടനെ രാജ്യദ്രോഹിയാക്കി. ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ കുറച്ച് കഴിയുമ്പോൾ എന്താ പറയുക, ഇതിനോട് പുച്ഛം തോന്നും, അല്ലെങ്കിൽ എന്താ പറയുക എതിര് തോന്നും. അപ്പൊ അതിശക്തമായി ഇതിനെ തെള്ളി പറയാൻ കഴിയണം. ഒരു വരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ലാലേട്ടൻ ഇസ്ലാമിസ്റ്റ് തീവ്രവാദികളുടെ കാശ് മേടിച്ചു പോയി എന്നൊക്കെ വളരെ ബഹുമാനിയായ ആൾക്കാർ, വ്യക്തിപരമായ പരിചയമുള്ളതുകൊണ്ട് പേര് പറയുന്നില്ല, പറയുമ്പോൾ ആക്റ്റീവായി തെള്ളി പറയാൻ കഴിയണം. ലാലേട്ടൻ ഒരു ലെഫ്റ്റനന്റ് ആണ്, വിശ്വശാന്തി ഫൗണ്ടേഷൻ സംഘത്തോട് ചേർന്ന് പരിപാടി നടത്തുന്നവരാണ്. ലാലേട്ടൻ PEB മേനോൻ ജിയുമായിട്ട് അടക്കം ഏറ്റവും നല്ല ബന്ധമുള്ള ആളാണ്. അപ്പൊ ലാലേട്ടനെ അല്ലെങ്കിൽ ശ്രീ മോഹൻലാലിനെ സമൂഹ മാധ്യമങ്ങളിൽ അധിക്ഷേപിക്കുമ്പോൾ മുഖ്യധാരയിലെ BJP നേതാക്കൾ വന്ന് തെറ്റാന്ന് പറയണം. ഒരു വരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുക. ഇത് ശ്രീ AN രാധാകൃഷ്ണൻ ജി ചെയ്തിരുന്നു. AN രാധാകൃഷ്ണൻ ജി മമ്മൂട്ടിയെ ഇതേപോലെ ആക്രമിച്ചപ്പോ മമ്മൂട്ടിയെ ആക്രമിക്കുന്നത് തെറ്റാണ്, നിങ്ങൾ ചെയ്യരുത്, ശ്രീ AN രാധാകൃഷ്ണൻ ശക്തിയുക്തം പറഞ്ഞിരുന്നു. അതേപോലെ ഉച്ചത്തിൽ ഈ തീവ്ര വലത്, എക്സ്ട്രീം റൈറ്റ്, ഗോഡ്സേവാദികൾ, അർബൻ നാസികൾ, ഈ അർബൻ നക്സലുകളെ പോലെ പ്രശ്നമാകുമ്പോൾ തെള്ളി പറയാനുള്ള ഒരു ആർജവം കുമ്മനം ചേട്ടനെ പോലെയോ അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖർജിയെ പോലെയോ അല്ലെങ്കിൽ ഉല്ലാസ് ബാബുജിയെ പോലുള്ളവരെയോ കുറെ കൂടി ഉച്ചത്തിൽ പറയുന്നത് കേൾക്കാനാണ് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ സാധാരണ ഇന്ത്യക്കാർ ആഗ്രഹിക്കുന്നത്. ശ്രീ മോഹനൻപിള്ള, ഈ നാടിന്റെ സെക്യുലർ ഫാബ്രിക്കിന് എന്തൊക്കെയോ സംഭവിച്ചു എന്ന ആശങ്ക എല്ലാവരുടെ മനസ്സിലുണ്ടായിരുന്നു, എൻ്റെ മനസ്സിലുണ്ടായിരുന്നല്ലോ. പക്ഷേ ഇവിടെ ഈ രാമചന്ദ്രൻ്റെ മകൾ ആരതി എന്ന് പറയുന്ന നേർക്കുനേർ കണ്ടതാണ്. ഇരട്ടക്കുട്ടികളുടെ മുന്നിൽ, സ്വന്തം അമ്മയുടെ മുന്നിൽ, സ്വന്തം പിതാവിൻ്റെ നമുക്ക് ഓർക്കാൻ കഴിയുന്ന ഭീകരവേദനയാണോ? ആ വേദനയിലും അവർ പറഞ്ഞത് ഈ പറഞ്ഞ മാനവികത സന്ദേശമാണ്. ഹിമാൻഷി പറയുന്ന മാനവികത. അപ്പോൾ നമ്മുടെ ഫാബ്രിക്കിനൊന്നും സംഭവിച്ചിട്ടില്ല. ഈ എന്താണ് പുറത്ത് വളരെ ന്യൂനപക്ഷം എന്തൊക്കെയോ പറയുന്നു എന്ന് പറയും. ബ്രിഗേഡിയർ മോഹനൻപിള്ള, സേനയ്ക്കകത്ത് ഒട്ടുമേ സംഭവിക്കില്ല. സേനയ്ക്കകത്ത് ഇനി പുറത്ത് ഈ പറഞ്ഞ എന്തൊക്കെ സംഭവിച്ചാലും അത് ട്രെയിൻ ചെയ്യപ്പെടുന്നത്, ആ കമ്പാർട്ട്മെന്റ് അങ്ങനെ നിൽക്കുന്നത്, അത് അത് ഒരു ഭരണഘടന പോലെ എല്ലാവരെയും ഒന്നിപ്പിക്കുന്ന ഒരു സംവിധാനമായി നിലനിൽക്കുകയാണ്. അതങ്ങനെ തന്നെ നിലനിൽക്കുകയല്ലേ ഉണ്ടാവുക. പുറത്ത് നടത്തുന്ന ഇത്തരം പുലഭ്യങ്ങൾ ഏതെങ്കിലും തരത്തിൽ അങ്ങോട്ടേക്ക് ബാധിക്കുമോ ശ്രീ മോഹനൻപിള്ള? ഒരു കാരണവശാലും ബാധിക്കുകയില്ല. അതിനകത്ത് യാതൊരുവിധ സംശയവുമില്ല. ഒരു കാരണവശാലും ബാധിക്കുകയില്ല. പക്ഷേ പ്രസൻറ്റ് സിറ്റുവേഷൻ നമ്മൾ ന്യൂട്രലായിട്ട് അസസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ റിലീജിയനിലും മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി, ഐ തിങ്ക് രാഹുൽ ഈശ്വർ കറക്റ്റ്ലി ബ്രോട്ട് ഔട്ട് ദാറ്റ് പോയിന്റ്, ഒരു മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എക്സ്ട്രീമിസ്റ്റ് ആയിട്ട് അങ്ങ് പോവാണ്. ദേ ആർ തിങ്കിങ് ദാറ്റ് ദ റിലീജിയൻ എന്ന് പറയുന്നത്, ബെർണാഡ് ഷാ പറഞ്ഞതുപോലെ, അതാണ് കറുപ്പ്, അത് തിന്നു കഴിഞ്ഞാൽ അതാണ് ഫൈനൽ എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നത് കൊണ്ട് അതിൻ്റെ അഡ്വാൻറ്റേജ് മറ്റുള്ള സൈഡിലേക്കും പതുക്കെ വ്യാപിക്കുന്നുണ്ട്. അതായത് ഒരു 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 പ്രോവർബ് ഉണ്ടല്ലോ, നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചു, വൺസ് എ കൺവിക്ട് ഓൾവേസ് എ കൺവിക്ട്, പീപ്പിൾ സേ സോ. അത് ഒരു കാര്യം തന്നെ പല പ്രാവശ്യം പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പിന്നെ അതിനകത്തുനിന്ന് മാറുക എന്ന് പറയുന്നത് അല്പം പ്രയാസമുള്ള ഒരു കാര്യമാണ്. അതാണ് മെയിനായിട്ടുള്ള ഇതിനകത്ത് നമ്മൾ കാണേണ്ടത്. അങ്ങനെയുള്ളവരെ അതിനൊരു ക്രിസ്റ്റൽ ക്ലിയറായിട്ട് ദെൻ ആൻഡ് ദെയർ അതിനൊരു ഹാർഡ് റൂൾ ഹാസ് ടു ബി ദെയർ. അതാണ് വേണ്ടത്. കാര്യം ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഡിഫൻസ്, എവരിബഡി നോ അൾട്ടിമേറ്റ് ഈ ഇന്ത്യ രാജ്യം സോഷ്യലിസ്റ്റ് സെക്കുലറായിട്ട് നിൽക്കുന്നത്, അല്ല റിപ്പബ്ലിക്കായിട്ട് നിൽക്കുന്നതിൻ്റെ കീ സ്റ്റോൺ എന്ന് പറയുന്നത് ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സസ് ആണ്. അതെല്ലാവർക്കും അറിയാം. അതിനെ യൂട്ടിലൈസ് ചെയ്യരുത് മറ്റുള്ള രീതിയിൽ. അതിനെ ഇന്ത്യയുടെ ദേശീയതയ്ക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കണം. ഇന്ത്യയുടെ നാഷണൽ ഇൻറ്റഗ്രിറ്റിക്കും ഒരു അല്ലാതെയുള്ള യാതൊരു രീതിയിലും ഡിഫൻസ് ഫോഴ്സസിനെ യൂട്ടിലൈസ് ചെയ്യാൻ പാടില്ല. അതാണ് മെയിനായിട്ടുള്ളത്. ആഷിം, ഒരു കാര്യം പറയുന്നത്, എന്താണ് ഈ ടെററിസ്ഥാൻ താഴോട്ട് പോയതിൻ്റെ മുഖ്യ കാരണം? ബിക്കോസ് ഓഫ് ഇസ്ലാമിസ്റ്റ് കൺട്രി, ബിക്കോസ് ഓഫ് തിയോക്രാറ്റിക്. ഫണ്ടമെൻ്റലായിട്ട് പല റൈറ്റേഴ്സും പല രീതിയിലും പറഞ്ഞിട്ടുള്ളതാണ്. ഒരു തിയോക്രാറ്റിക് കൺട്രികളുടെ രാജ്യങ്ങളുടെ ഹിസ്റ്ററി എടുത്ത് നോക്കൂ, ഡെവലപ്മെൻറ്റ്സ് എങ്ങനെയാണുള്ളതെന്ന്. ഇന്ത്യ സെക്കുലർ ആയതുകൊണ്ട് മാത്രമാണ് വി റീച്ച്ഡ് അപ് ടു ദിസ് ലെവൽ. ക്യാൻ എനിബഡി ചലഞ്ച് ദാറ്റ്? നോ. നമ്മൾ സെക്കുലർ ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ലെവലിൽ നിൽക്കുന്നത്, ഈ രീതിയിൽ നിൽക്കുന്നത്.
അല്ലാതെ വേറെ ഒന്നുകൊണ്ടല്ല. വൺ ഹാസ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ആ ഒരു പോയിന്റിൽ നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ തന്നെ കാര്യങ്ങൾ വളരെ വ്യക്തമാകും. അതുപോലെയാണ് ഇപ്പം ഞാൻ ജമ്മു ആൻഡ് കാശ്മീരിലെ കാര്യം പറയുന്നു. ലഫ്റ്റനന്റ് ജനറൽ ഹസ്നൈൻ ഉണ്ടായിരുന്നു. അതായത് റീസെൻ്റായിട്ട്, ഒത്തിരി പഴക്കമുള്ള ഇതല്ല. ജനറൽ ഹസ്നൈനാണ് ജമ്മു ആൻഡ് കാശ്മീരിൽ ഒരു പോളിസി ടെററിസ്റ്റിനെതിരായിട്ട് ഒരു ഡോക്ടറിനുണ്ടാക്കിയത്. ജനറൽ ഹസ്നൈൻ ആ ഡോക്ടറിന് അത് വളരെ എഫക്റ്റീവായിരുന്നു ടു വിൻ ദ ഹാർട്ട് ഓഫ് ദി ലോക്കൽ പോപ്പുലേഷൻ. അതാണ് എക്സ്പീരിയൻസ് കൊണ്ട് ആ ജനറൽ ഓഫീസർ കണ്ടുപിടിച്ച ഒരു കാര്യം. ലോക്കൽ സപ്പോർട്ട്, അവിടുത്തെ ആൾക്കാരുടെ സപ്പോർട്ടില്ലാതെ നമുക്ക് അവിടെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല ഒരു കാരണവശാലുമെന്ന് സ്പഷ്ടമായിട്ട് പറഞ്ഞ് ആ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി. അതിനുശേഷമാണ് പിന്നീട് വന്നിട്ടുള്ള ഗവൺമെൻറ്റുകളൊക്കെ ഈ ഓപ്പറേഷൻ സദ്ഭാവനയും അതുപോലെ ജമ്മു ആൻഡ് കാശ്മീരിലുള്ള എല്ലാവരെയും ഓപ്പണായിട്ട് ടൂറിന് വെളിയിലോട്ട് കൊണ്ടുവരികയും അതുപോലെ ഇന്ത്യ എന്താണെന്ന് അവരെ പറഞ്ഞ് കാണിച്ചു കൊടുക്കുകയും, ബിക്കോസ് അവിടെ ഉള്ളവർ അവരൊരു നട്ഷലിനകത്തായിരുന്നു, അവർക്ക് ഇന്ത്യ എന്താണെന്ന് അറിയില്ലായിരുന്നു. അപ്പോൾ ഒരുപാട് അവിടെ നിന്നുള്ളവരെ ഗവൺമെൻറ് ചെലവിൽ തന്നെ മറ്റുള്ള ഇന്ത്യൻ സ്റ്റേറ്റിലേക്ക് കൊണ്ടുവന്ന് ഭാരതം എന്താണെന്ന് കാണിച്ചു കൊടുക്കുക, അവിടുത്തെ ലോക്കൽസിൻ്റെ ഹൃദയം കവരുക, അവരെ നമ്മളിൽ ഒരാളായി ആണ് എന്ന് അവർക്ക് തോന്നിപ്പിക്കുക. ഏറ്റവും മെയിൻ പ്രോബ്ലം ജമ്മു ആൻഡ് കാശ്മീരിലുള്ളത് ഉണ്ടായിട്ടുള്ളത് നേരത്തെ ആ ജമ്മു ആൻഡ് കാശ്മീരിലുള്ളവർ അവർ വിചാരിച്ചിരുന്നത് അവർ ഞങ്ങളുടെ ആണോ എന്ന് നമ്മൾ വീണ്ടും വീണ്ടും പറയേണ്ടി വരുന്നു. ഞങ്ങൾ നിങ്ങളുടെ കൂടാണ് എന്ന് പറയേണ്ടി വരുന്നു. ആ ഒരു രീതിക്ക് ഒരു മാറ്റം വരുത്തണമെന്ന് മാത്രമാണ് ആ ജനറൽ ഓഫീസർ വിചാരിച്ച് ആ രീതിയിലാണ് ഓപ്പറേഷൻ ടാക്ടിക്സ് ചേഞ്ച് ചെയ്തത്, ആ സ്ട്രാറ്റജി ചേഞ്ച് ചെയ്തത്. അതിന് ഫാർ റീച്ചിങ് റിസൾട്ടാണ് ഉണ്ടായിട്ടുള്ളത്. അത് ടെററിസത്തിന് വേണ്ടി ആൾക്കാർ ഇങ്ങോട്ട് വന്ന് പറയാൻ തുടങ്ങി, അതായത് നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻ കിട്ടാൻ തുടങ്ങി. അത് കഴിഞ്ഞതിന് ശേഷം അവിടുത്തെ ആൾക്കാർക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി, യെസ് വി ആർ പാർട്ട് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ കൂടാണ് നമ്മൾ നിൽക്കേണ്ടത്. ആ ഒരു ഡോക്ടറിനുണ്ടാക്കിയത് ജനറൽ ഹസ്നൈനാണ്. അതാർക്കെങ്കിലും അറിയാമോ? പക്ഷെ ഇങ്ങനെയുള്ള ഞാനിത് ഹൈലൈറ്റ് ചെയ്യേണ്ട ഒരു കാര്യവുമില്ല റിലീജിയസ് ബേസിൽ. പക്ഷേ വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു, അതായത് ഏത് റെജിമെന്റിൽ കമ്മീഷനായ ജോയിൻ ചെയ്താലും ആ റെജിമെന്റിൽ റിലീജിയസ് ബേസ്ഡിലല്ല ഞങ്ങൾ എൻ്റെ റിലീജിയൻ അത് അനുവദിക്കുന്നില്ല എന്നൊരിക്കലും ഒരു സൈനികനും പറയത്തില്ല. ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ജയ് ഹിന്ദ് എന്ന് പറയുന്നത് ജയ് ഹിന്ദ് തന്നെ പറയും. ബാറ്റിൽ ക്രൈ ഉണ്ട്. ഒരു അറ്റാക്കിന് പോകുന്നതിന് മുന്നേ എൻ്റെ ഇൻഫൻട്രി ജയ് ബജറംഗ് ബലി എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. അവിടെ ഒരു ഇസ്ലാമും മാറി നിൽക്കുന്നില്ല, അവരും പറയും ജയ് ബജറംഗ് ബലി, പറഞ്ഞേ പോകൂ, പറയും. അങ്ങനെയാണ് അതൊരു അവിടെ അത് റിലീജിയനായിട്ടല്ല ആ ആൾ അവിടെ കാണുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെ നമ്മുടെ ഇന്ത്യൻ ആർമി എന്നുള്ള ആ ഒരു കൺസെപ്റ്റ്, അല്ലെങ്കിൽ ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സസ് നമ്മുടെ രാജ്യത്തെ കാക്കുക, ആ ഒരൊറ്റ ഉദ്ദേശം, ആ എയിം, അത് മാത്രമാണ്. അന്നേരം ബാക്കിയുള്ളതിനൊന്നും ഒരു സ്ഥാനമില്ല. അപ്പം ഇതുപോലെയുള്ള ഔട്ട്സൈഡിലുള്ള പൊളിറ്റിക്കൽ ക്ഷുദ്രജീവികളുടെ ജൽപ്പനങ്ങളിലൊന്നും നമ്മൾ വരരുത് ഒരു കാരണവശാലും. അല്ലാതെ വേറെ ഒന്നും ഇതിനകത്ത് നമുക്ക് കാര്യമായിട്ട് പ്രതീക്ഷിക്കാനില്ല. ഇങ്ങനെയുള്ള ചില ക്ഷുദ്രജീവികളെ ഒഴിവാക്കാനുള്ള ശ്രമം രാഷ്ട്രീയ പാർട്ടികൾ എടുക്കണം. അത് മാത്രമാണ് പറയുന്നത്. ഇങ്ങനെയുള്ള ക്ഷുദ്രജീവികളെ ഒഴിവാക്കിയാലേ രാഷ്ട്രം നന്നാവൂ. അതാണ് ക്ഷുദ്രജീവി എന്ന പ്രയോഗം ഒരു തരത്തിലും അതിരുകടന്ന പ്രയോഗമല്ല, ഒന്നാം തരം പ്രയോഗവുമാണ്. ക്ഷുദ്രജീവി തന്നെയാണ് എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഈ പറഞ്ഞ 2013 ഒരിക്കൽ ഇയാൾക്ക് മന്ത്രിസ്ഥാനം നഷ്ടമാവുന്നതാണ്. അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ശിവരാജ് സിംഗ് ചൗഹാന്റെ ഭാര്യയെപ്പറ്റി വൃത്തികേട് പറഞ്ഞതിനാണ്. ഭാര്യയെപ്പറ്റി മാത്രമല്ല, ഒപ്പം വേദിയിലിരുന്ന ഒരു BJP നേതാവിനെ പറ്റി, ഒരു വനിതാ നേതാവിനെ പറ്റി പോലും അങ്ങേയറ്റം സെക്സിസ്റ്റായ വൃത്തികേട് പറഞ്ഞതിനാണ് അന്ന് രാജി. ഈ പരാമർശത്തിൽ ഉടൻ തന്നെ രാജി ഉണ്ടാവട്ടെ ഈ മന്ത്രിയോട്. ഞാൻ തിരികെ ഇടവേളയ്ക്ക് ശേഷം സന്ധ്യ വാര്യർ, ഈ അതുൽ ശ്രീധരൻ എന്ന് പറയുന്ന ജഡ്ജി അസാധ്യമായ ധൈര്യമുള്ള ആൾ മാത്രമല്ല, അങ്ങേയറ്റത്ത് ഇൻ്റഗ്രിറ്റിയുടെ ആൾ കൂടിയാണ്. ഇൻഡോറിൽ അദ്ദേഹം ഹൈക്കോടതി ജഡ്ജിയായി പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മകൾ ഈ പറയുന്ന അഭിഭാഷകയായി ജോലി തുടങ്ങിയപ്പോഴേക്കും ഏതെങ്കിലും കാലത്ത് തൻ്റെ മകളുടെ കേസ് തൻ്റെ മുന്നിൽ വന്നാലോ എന്ന ഇൻ്റഗ്രിറ്റിയിൽ സംസ്ഥാനം മാറി വേണമെന്ന് ട്രാൻസ്ഫർ ചോദിച്ചു പോയ ആളാണ്. അതുൽ ശ്രീധരൻ പറയുകയാണ്, ഹിസ് കമൻസ് ആർ ഡിസ്പറേജിങ് ആൻഡ് ഡേഞ്ചറസ് നോട്ട് ജസ്റ്റ് ടു ദ ഓഫീസർ ഇൻ ക്വസ്റ്റ്യൻ ബട്ട് ടു ദ ആംഡ് ഫോഴ്സസ് ഇറ്റ് സെൽഫ്. സന്ദീപ് വാര്യർ, അത്ര കടുത്ത വിമർശനങ്ങളിൽ, കടുത്ത പരാമർശങ്ങളിൽ ഹൈക്കോടതി ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഒരു FIR എങ്കിലും ഉണ്ടാകും എന്ന് താങ്കൾ കരുതുന്നുണ്ടോ സന്ദീപ് വാര്യർ? ഹാഷ്മി, ഞാനീ BJPയുടെ പ്രതിനിധി അദ്ദേഹത്തിൻ്റെ ഭാഷണം കേട്ടിട്ട് ഞാൻ അത്ഭുതത്തോടെ നോക്കിയിരിക്കുകയാണ്. അത് അദ്ദേഹത്തിൻ്റെ ഒരു സാഹചര്യം, അദ്ദേഹത്തിന് അങ്ങനെ പറയാതെ നിവൃത്തിയില്ല. ഹാഷ്മി പറഞ്ഞ പോലെ ഇത് കേരളമാണ്. സ്വാഭാവികമായിട്ടും ഇത്ര വിഷലിപ്തമായിട്ടുള്ള ഒരു വർഗീയ പ്രഭാഷണം ഒരു അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകൻ നേതാവ് ചെയ്തപ്പോൾ അതിനെ തള്ളിപ്പറയുക എന്നല്ലാതെ കേരളത്തിൽ മറ്റൊന്നും ചെയ്യാനില്ല. പക്ഷേ
ഇത് എന്തുകൊണ്ടാണ് ബി ജെ പിയുടെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് ആയിട്ടുള്ള ഉമാഭാരതിക്ക് എന്തുകൊണ്ടാണ് ഇപ്പോൾ മനസ്സിലാവാത്തത്? ഉമാഭാരതി ഇന്ന് പൊട്ടിത്തെറിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുകയാണ്, ഇത്ര ഗുരുതരമായിട്ടുള്ള അലിഗേഷൻ അല്ലെങ്കിൽ ഇത്ര ഗുരുതരമായിട്ടുള്ള അസഭ്യവർഷം നടത്തിയിട്ടും എന്തുകൊണ്ടാണ് ഈ മന്ത്രി ഇതുവരെ രാജിവെക്കാത്തത്, എന്തുകൊണ്ടാണ് ഈ മന്ത്രിയെ രാജിവെപ്പിക്കാത്തത്, എന്തുകൊണ്ടാണ് പാർട്ടി നടപടിയെടുക്കാത്തതെന്ന് ഉമാഭാരതിയെ പോലെ നേരത്തെ മധ്യപ്രദേശ് മുഖ്യമന്ത്രിയും രാജ്യത്ത് കേന്ദ്രമന്ത്രിയുമായിട്ടുള്ള ബി ജെ പിയുടെ ഏറ്റവും സമുന്നതയായ ഒരു നേതാവിന് പൊട്ടിത്തെറിച്ചുകൊണ്ട് ചോദിക്കേണ്ട സാഹചര്യമാണ്. നിങ്ങൾ ജുഡീഷ്യൽ സംവിധാനം, ഇപ്പം ജുഡീഷ്യൽ ഓഫീസേഴ്സിന്റെ ഭാഗത്ത് ഉണ്ടാവുന്ന സ്റ്റേറ്റ്മെന്റുകളെക്കാൾ കൂടുതൽ ഞാൻ ഏറ്റവും പ്രാധാന്യമുള്ളതായി കാണുന്ന ഉമാഭാരതിയുടെ സ്റ്റേറ്റ്മെന്റാണ്. പക്ഷേ എന്നിട്ടും ഈ നിമിഷം വരെ ആ മന്ത്രി സംരക്ഷിക്കപ്പെടുകയാണ്. ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഇപ്പൊ അദ്ദേഹം വളരെ ഡിഫെൻസീവിലാണ്, ബി ജെ പിയുടെ പ്രതിനിധി വളരെ ഡിഫെൻസീവിലാണ്, അദ്ദേഹത്തിന് പറയാൻ കഴിയുന്നില്ല ഈ മന്ത്രി രാജിവെക്കുമോ ഇല്ലയോ, പാർട്ടി സംരക്ഷിക്കുമോ ഇല്ലയോ എന്ന് പറയാൻ പറ്റുന്നില്ല. പാർട്ടി രാജിവെപ്പിക്കുമായിരിക്കും എന്ന പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്. രാജിവെച്ചേ മതിയാകൂ, കാരണം കോടതിയുടെ ശക്തമായിട്ടുള്ള വിമർശനം വന്നു, ഉമാഭാരതി അടക്കമുള്ള ബി ജെ പി നേതൃത്വത്തിന്റെ ചില ആളുകൾ വിമർശനം വന്നു, രാജ്യത്തെ മുഴുവൻ ജനങ്ങളുടെ വിമർശനം വന്നു. എന്നിട്ടും ആരാണ് അയാളെ സംരക്ഷിക്കുന്നത്? അയാളെ സംരക്ഷിക്കുന്നത് രാജ്യത്തെ പ്രധാനമന്ത്രിയാകുന്നതാണ് പ്രശ്നം. അതല്ലെങ്കിൽ എങ്ങനെയാണ് ശിവരാജ് സിംഗ് ചൗഹാന്റെ ഭാര്യയ്ക്കെതിരെ അസഭ്യവർഷം നടത്തിയ ഒരാൾ വീണ്ടും മന്ത്രിയാകുന്നത്? ശിവരാജ് സിംഗ് ചൗഹാൻ ആരുടെ എതിരാളിയാണ് ബി ജെ പിയിലെന്ന് ബി ജെ പിക്ക് അകത്തുണ്ടായിരുന്ന എനിക്കറിയാം, ആ ഗ്രൂപ്പ് വഴക്കിന്റെ ഭാഗവും നമുക്കറിയാം. അപ്പോൾ ഇയാളെ സംരക്ഷിക്കേണ്ടത് ബി ജെ പിയുടെ ഗ്രൂപ്പ് സമവാക്യങ്ങളുടെ ഭാഗമാണ്, മധ്യപ്രദേശിലെ ഗ്രൂപ്പ് സമവാക്യങ്ങളെ, രാജ്യത്തെ ഗ്രൂപ്പ് സമവാക്യങ്ങളൊക്കെ ഭാഗമാണ്. അതവിടെ നിൽക്കട്ടെ, ഞാൻ ബി ജെ പിയുടെ പ്രതിനിധിയോട് ചോദിക്കുകയാണ്, ഈ കേരളത്തിലെ ലക്ഷോപലക്ഷം യുവാക്കൾ നെഞ്ചിലേറ്റിയിട്ടുള്ള റാപ്പർ വേടൻ ദേശദ്രോഹിയാണോ? അഖിൽ മാരാർ ദേശദ്രോഹിയാണോ? മോഹൻലാൽ ദേശദ്രോഹിയാണോ? എന്താണ് കേരളത്തിലെ ബി ജെ പിയുടെ നിലപാട്? അഖിൽ മാരാർ ദേശദ്രോഹിയാണെങ്കിൽ നിങ്ങൾ പറയേ, സംസ്ഥാന ബി ജെ പിക്ക് അഖിൽ മാരാർ ദേശദ്രോഹിയാണ്, രാജ്യദ്രോഹിയാണ് എന്ന നിലപാടുണ്ടെങ്കിൽ പറയേ. വേടൻ രാജ്യദ്രോഹിയാണ് എന്നൊരു നിലപാട് സംസ്ഥാന ബി ജെ പിക്ക് ഉണ്ടെങ്കിൽ അത് പറയണം, സ്ട്രെയിറ്റ് ആയിട്ടുള്ള ആൻസർ പറയണം. മോഹൻലാൽ രാജ്യദ്രോഹിയാണോ? സ്ട്രെയിറ്റ് ആയ ആൻസർ പറയണം. മാധ്യമത്തിന്റെ പരിപാടി പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ ജനം ടിവിയുടെ ആദ്യത്തെ വാർത്ത ആരാ വായിക്കുന്നത്? ജനം ടിവിയുടെ ആദ്യത്തെ വാർത്ത ആരാ വായിച്ചത്? ഓർമ്മയില്ലേ? ജനൻ ടി വി സംപ്രേഷണം തുടങ്ങി ആദ്യത്തെ വാർത്ത, സംസ്കൃത വാർത്ത വായിക്കുന്ന ആളുടെ പേര് മോഹൻലാൽ എന്നാണ്. അദ്ദേഹം ജന്മഭൂമിയുടെ പരിപാടി പങ്കെടുത്തിട്ടുണ്ട് തൃശ്ശൂരിൽ. അപ്പോൾ അദ്ദേഹത്തിന് മാധ്യമത്തിന്റെ പരിപാടിയിൽ പങ്കെടുത്താൽ ഉടനെ ദേശദ്രോഹിയായി. ഇത് എവിടുത്തെ പരിപാടിയാ? കേരളത്തിലെ മലയാളികൾ മുഴുവൻ നെഞ്ചേറ്റിയിട്ടുള്ള മോഹൻലാൽ, മലയാളി ചെറുപ്പക്കാരുടെ ആവേശമായിട്ടുള്ള റാപ്പർ വേടൻ. നിങ്ങൾ അംബേദ്കറെ രാവിലെ ആയാൽ അംബേദ്കറെ പൂജിക്കും, വൈകുന്നേരമായാൽ അദ്ദേഹത്തിന്റെ ആശയങ്ങളെ തള്ളിപ്പറയും, മനുസ്മൃതിയെ ആരാധിക്കും. ഇതാണ് ബി ജെ പിയുടെ പ്രശ്നം. അംബേദ്കറുടെ ആശയം പിന്തുടരുന്ന ഒരു ചെറുപ്പക്കാരൻ റേസിസത്തിനെതിരായിട്ട് അല്ലെങ്കിൽ അയാൾ ഫേസ് ചെയ്തിട്ടുള്ള ജാതീയതയ്ക്കെതിരായിട്ട് അദ്ദേഹത്തിന്റെ സംഗീതം ഉപയോഗിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ ഇവിടെ സ്ട്രീറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ തെരുവുകളിലെ ശബ്ദം പാർലമെന്റിൽ കേൾക്കാത്ത കാലത്ത് സംഗീതത്തിലൂടെയെങ്കിലും ഈ ശബ്ദം ഒന്ന് പുറത്തു കേട്ടോട്ടെ എന്ന് ഒരു യുവാവ് തീരുമാനിക്കുമ്പോൾ അസഹിഷ്ണുതയുടെ കൂടാരമായ ബി ജെ പിയിൽ നിന്ന് ഇതിലപ്പുറം എന്താ പുറത്തു വരാനുള്ളത്? RSS ഇതിനപ്പുറം എന്താ പുറത്തു വരാനുള്ളത്? ഇപ്പൊ ഷവർമ പോലും, ഇപ്പൊ ഷവർമ ജിഹാദ് എന്നാണ് പറയാൻ പോകുന്നത്. അവര് ആലോചിച്ച് നോക്കൂ, ഇപ്പൊ ഷവർമ കഴിക്കാൻ പറ്റാതെയായി. തെരുവുകളിലൂടെ പോകുമ്പോൾ ഇങ്ങനെ പച്ച ഇറച്ചി വെന്തതിന്റെ രൂക്ഷ ഗന്ധം വരികയാണെന്നാണ് RSSന്റെ നേതാവ് പറയുന്നത്. കാര്യാലയത്തിലെ ബൈഠക്ക് കഴിഞ്ഞാൽ പുറത്തിറങ്ങിപ്പോയി തട്ടുകടയിൽ നിന്ന് പൊറോട്ടയും ബീഫും കഴിക്കുന്ന ആളുകൾ എനിക്കറിയാം, സ്വയം സേവകരെ എനിക്കറിയാം. എന്നെ കൊണ്ട് പറയിപ്പിക്കരുതെന്ന് പറയാനുള്ളൂ. പൊറോട്ടയും ബീഫും കിട്ടുന്ന തട്ടുകട നോക്കി പോയി കഴിക്കുന്ന പ്രചാരകന്മാരും സ്വയം സേവകരും ഒക്കെ ഉണ്ട്, ധാരാളം ഉണ്ടെന്നേ അതിനകത്ത് ധാരാളം ഉണ്ടെന്നേ. അപ്പൊ ഞാൻ പറയുന്നത് ഇത് ബീഫ് കറിയല്ലേ? ഈ ഇവന്മാരുടെ ഈ കാപട്യം ഉണ്ടല്ലോ, ഈ അസഹിഷ്ണുതയുണ്ടല്ലോ, ഈ മനുഷ്യരെ ഭിന്നിപ്പിക്കുന്ന ഈ അസഹിഷ്ണുതയുണ്ടല്ലോ, ഇവർക്ക് തുറന്നു പറയാൻ പറ്റുമോ? വേടൻ ദേശദ്രോഹിയാണെന്ന് സംസ്ഥാന ബി ജെ പി പറയട്ടെ, അഖിൽ മാരാർ ദേശദ്രോഹിയാണെന്ന് സംസ്ഥാന ബി ജെ പി പറയട്ടെ, മോഹൻലാൽ ദേശദ്രോഹിയാണെന്ന് സംസ്ഥാന ബി ജെ പി പറയട്ടെ. ഇങ്ങനെ കൊട്ടാരക്കര മണ്ഡലം കമ്മിറ്റിയെ വിളിച്ചിട്ട് പരാതി കൊടുത്തിരിക്കുക. ആ പരാതിയെ ബി ജെ പി എൻഡോഴ്സ് ചെയ്യുന്നുണ്ടോ? ഇല്ലെങ്കിൽ കൊട്ടാരക്കരത്തെ ബി ജെ പി നേതാക്കന്മാർക്ക് നടപടിയെടുക്ക്. ഇന്ന് ആ ചെറുപ്പക്കാരൻ ഒളിവിൽ പോകേണ്ട സാഹചര്യം. എന്ത് തെറ്റാ അഖിൽ ചെയ്തത്? അഖിൽ രാജ്യദ്രോഹി ഏതെങ്കിലും തരത്തിൽ അഖിലിന്റെ സ്റ്റേറ്റ്മെന്റിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള നടപടിയല്ലേ വേണ്ടത്? ഒരാളെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇന്ത്യക്കാരെ രാജ്യദ്രോഹിയാക്കാൻ കഴിയുന്നത്? അയാൾക്ക് എതിർപ്പുണ്ടെങ്കിൽ ഓക്കെ, നമുക്കത് ഡിസ്കസ് ചെയ്യാം, ഡിബേറ്റ് ചെയ്യാം. ഇനി ലീഗലി നടപടി എടുക്കേണ്ടതാണെങ്കിൽ അത്തരത്തിൽ ഇത് ഒരു പരിധിക്കപ്പുറം ഒരു മനുഷ്യനെ ഇങ്ങനെ വേട്ടയാടാൻ പാടുന്നുണ്ടോ? ഇത് കേരളല്ലേ? ഇവിടുത്തെ സാംസ്കാരിക നായകന്മാരൊക്കെ ഇവിടെ പോയി എല്ലാവരും ഈ മോദിയെ പഠിച്ചിരിക്കുകയാണോ? ED യും IT യും പഠിച്ചിരിക്കുകയാണോ? എന്താ നിങ്ങൾ പുറത്തിറങ്ങി പ്രതികരിക്കാത്തത്? പരാതി അങ്ങോട്ട് കൊടുക്കുമ്പോഴേക്കും കേസെടുക്കാനൊരു പോലീസ് ഇവിടെ ഉണ്ട്. വേടന്റെ ശ്രീരംഗ ബന്ധം അന്വേഷിക്കണം എന്ന് പറഞ്ഞ ഈ പറഞ്ഞ എക്സൈസ് ഇവിടെ ഉണ്ട്, പോലീസൊക്കെ ഉണ്ട്. അതുകൊണ്ട് കൂടെ കേട്ടോ സന്ദീപ്, ഞാൻ എത്താം. ഉല്ലാസ് ബാബു മറുപടി. ശ്രീ ഹാഷ്മി, കോൺഗ്രസ് നേതാവിൻ്റെയും എൻ്റെ പഴയ പാർട്ടിയുടെ നേതാവായിരുന്ന ex-BJP നേതാവിൻ്റെയും ജൽപ്പനകളൊക്കെ ഞാൻ കേട്ടു. എന്നെ സംബന്ധിച്ചിടത്തോളം ഓപ്പറേഷൻ സിന്ദൂർ ഞാനും നിങ്ങളുമൊക്കെ
ബഹുമാനത്തോടുകൂടി ഇന്ത്യൻ രാജ്യത്തിൻ്റെ ഭരണ സംവിധാനത്തെയും ഇന്ത്യൻ രാജ്യത്തിനോട് സൈന്യം കാണിച്ചിട്ടുള്ള പരിപൂർണമായിട്ടുള്ള സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ പാകിസ്ഥാനെ തകർത്ത അല്ലെങ്കിൽ തീവ്രവാദികളെ തകർത്ത എല്ലാ പ്രവൃത്തിയും നമ്മൾ കണ്ടതാണ്. പരിപൂർണമായിട്ട് അത് 100% നമ്മൾ അംഗീകരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു വ്യക്തി നമ്മുടെ കേണൽ സോഫിയ ഖുറേഷിയെ അവരെക്കുറിച്ച് പറഞ്ഞത് പരിപൂർണമായി തള്ളിപ്പറയേണ്ട ഉത്തരവാദിത്വമുള്ള ഒരു ഭാരതീയനായതുകൊണ്ട് തന്നെയാണ് കൃത്യമായി തന്നെ തള്ളിപ്പറയുന്നത്. ഒപ്പം തന്നെ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കാം, രാഷ്ട്രീയത്തിനകത്ത് വിവിധ ആളുകളുണ്ടാവും. ഇപ്പം ഞങ്ങളുടെ രാഷ്ട്രീയത്തിൽ ഈ പറയുന്ന കോൺഗ്രസിൻ്റെ നേതാവ് ഉണ്ടായിരുന്നല്ലോ, അദ്ദേഹം ഒരു കസാര കിട്ടാത്തതിൻ്റെ പേരിൽ ഞങ്ങളുടെ രാഷ്ട്രീയത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ ആളല്ലേ. 4 വർഷം മുമ്പ് മരിച്ച അമ്മയുടെ വീട്ടിൽ വന്നിട്ടില്ല, ഇയാൾ കാണാൻ വന്നില്ല എന്ന് പറഞ്ഞ് കൃഷ്ണകുമാറോട് പിണങ്ങി പോയ ആളല്ലേ. ഇവിടെയും സുരേന്ദ്രനെ കയറ്റി വെച്ചു. സ്വാഭാവികമായിട്ട് എല്ലാറ്റിനെയും ക്ലൈമാക്സിൽ സുരേന്ദ്രനെ കയറ്റി വെക്കാറുണ്ട്. ഇപ്രാവശ്യം എന്തോ ഓരോ കാര്യത്തിൽ ഞാൻ കേട്ടു. സ്വാഭാവികമായിട്ട് അങ്ങനെ പാർട്ടിക്കകത്ത് ചില ആളുകളുണ്ടാവും. ആ ആളുകൾ അത് പറയുന്നതിനെ പരിപൂർണമായിട്ട് BJP അഡ്രസ്സ് ചെയ്യുന്നില്ല. BJPയുടെ കേന്ദ്ര സംവിധാനമോ കേന്ദ്ര സർക്കാരോ ഒരു സംശയവും വേണ്ട, ഈ പറഞ്ഞ പ്രവൃത്തി, ഈ മന്ത്രി പറഞ്ഞ പ്രവൃത്തിയെ അംഗീകരിക്കുന്നില്ല. നടപടികൾ കൃത്യമായി തന്നെ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതിൽ യാതൊരുവിധ തരത്തിലുള്ള തർക്കങ്ങൾക്കോ വഴക്കുകൾക്കോ ഇന്ന് സ്ഥാനമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇയാൾ മന്ത്രിസ്ഥാനത്തിരിക്കാൻ യോഗ്യനാണ് എന്ന് ശ്രീ ഉല്ലാസ് ബാബു വ്യക്തിപരമായി വിശ്വസിക്കുന്നുണ്ടോ? രണ്ടാമത്തെ ഉല്ലാസ് ബാബു, ഇപ്പൊ താങ്കൾക്ക് വ്യക്തിപരം അറിയാവുന്ന ആളാണ്, താങ്കൾക്ക് ആ നിലപാട് 100% വിയോജിപ്പുള്ള ആളാണെന്ന് എനിക്ക് അറിയാവുന്നതാണ്. ഇയാൾ ആ മന്ത്രിസ്ഥാനത്തിരിക്കാൻ യോഗ്യനാണ് എന്ന് അങ്ങ് കരുതുന്നുണ്ടോ ഉല്ലാസ് ബാബു? അല്ലെ ഞങ്ങളുടെ പാർട്ടി കരുതുന്നുണ്ടോ? ഹാഷ്മി ഭായ്, ഉല്ലാസ് ബാബു എന്ന വ്യക്തിയും ഉല്ലാസ് ബാബു പ്രതിനിധാനം ചെയ്യുന്ന ഭാരതീയ ജനതാ പാർട്ടിയും ഉല്ലാസ് ബാബു പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടി ഭരിക്കുന്ന കേന്ദ്ര സർക്കാരും എല്ലാം 100% കേണൽ സോഫിയ ഖുറേഷിക്കൊപ്പമാണ്. ഒരു സംശയവും വേണ്ട, ഈ പറഞ്ഞ വ്യക്തിക്കൊപ്പമല്ല. അതിൻ്റെ നടപടികളും തീരുമാനങ്ങളും കൃത്യമായി തന്നെ പാർട്ടി എടുക്കും. അതിൽ നിസ്സംശയമില്ലാത്ത കാര്യമാണ്. രണ്ടാമത്തെ കാര്യങ്ങൾ, നിരവധി കാര്യങ്ങൾ പറഞ്ഞു. ആ BJP കേരള നേതൃത്വം, ബഹുമാനായിട്ടുള്ള ഒരു സൈനികൻ്റെ മകൻ തന്നെയാണ് കേരള നേതൃത്വത്തെ ഇന്ന് കൊണ്ടുപോകുന്നത്, അറിയാമല്ലോ നിങ്ങൾക്കെല്ലാവർക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് BJPയുടെ കേന്ദ്ര നേതൃത്വം ഇങ്ങനെയുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റുകളും മോഹൻലാലിനെതിരെയോ അല്ലെങ്കിൽ വേടനെതിരെയോ ഒരു സ്റ്റേറ്റ്മെൻറ്റുകളും BJP ഉന്നയിച്ചിട്ടില്ല. അഖിൽ മാരാർ എന്ന് പറയപ്പെടുന്ന വ്യക്തിക്കെതിരെ BJPയുടെ മോർച്ചയുടെ കമ്മിറ്റിയാണെന്നാണ് എൻ്റെ ഇത് പരാതി കൊടുത്തു എന്ന് പറഞ്ഞു, പരാതിയിൽ കേസെടുത്തു എന്ന് പറഞ്ഞു. ആ കേസിൽ കഴമ്പുണ്ട് എങ്കിൽ പോലീസ് കൃത്യമായി അന്വേഷിക്കേണ്ട കാര്യങ്ങളുണ്ട്. 2, വേടനെ അറസ്റ്റ് ചെയ്തത് BJP ആണോ? കേരളത്തിൽ ഭരിച്ചിരുന്നത് BJP ആണോ? BJP സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്ക് നേരെ എന്തെല്ലാം ആക്ഷേപങ്ങൾ വന്നു? വേടനെ അറസ്റ്റ് ചെയ്ത് കേരളത്തിലെ പോലീസ് അറസ്റ്റ് ചെയ്തതിൽ BJPക്ക് എന്താണ് ബന്ധമുള്ളത്? അല്ലല്ല, അത് ഈ പറയുന്ന കാര്യത്തിലല്ലോ. അല്ല, വേടൻ ജാതി ഭീകരനാണ്, വേടൻ വിഘടനവാദിയാണ്, വേടന് ഫണ്ട് വരുന്ന ആളാണ്. മോഹൻലാൽ ഈ പറയുന്ന എന്താണ്, മോഹൻലാൽ ടെറിട്ടോറിയൽ ആർമി പദവി എടുത്ത് കളയണം എന്ന ഓർഗനൈസർ എഴുതുന്ന ലേഖനം, ഇതിനൊക്കെ BJP തള്ളിപ്പറ എന്ന കലാകാരനെയോ 100% ഒരു കാര്യം കൃത്യമായിട്ട് പറയാം ശ്രീ ഹാഷ്മി, വേടൻ എന്ന കലാകാരനെയോ മോഹൻലാൽ എന്ന കലാകാരനെയോ അഖിൽമാരൻ എന്ന കലാകാരനെയോ അവരുടെ കലയെയോ ഒന്നും ഒരു കാരണവശാലും BJP എതിർക്കുന്നില്ല. BJPക്ക് അത് പരിപൂർണമായിട്ട് തന്നെ അവരെ കലയെ ബഹുമാനിക്കുന്നു. കേരളവും ഭാരതവും ഒക്കെ ബഹുമാനിക്കുന്ന പോലെ തന്നെ BJPയും ബഹുമാനിക്കുന്നു. അതിലൊന്നും വേറൊരു അഭിപ്രായ വ്യത്യാസം കൂടില്ല. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, കോടിക്കണക്കിന് ജനങ്ങളുള്ള സമയത്ത് ഒരു വ്യക്തി ഒരു കാര്യം പറയുന്നതിൻ്റെ പുറകിലോ റൂട്ടിലേക്കോ യാത്ര ചെയ്യുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അതിൻ്റെ അപ്പുറത്ത് 100 കോടി ആളുകളാണ് ബഹുമാന്യമായിട്ടുള്ള ഈ ഓഫീസറുടെ കൂടെയുള്ളത്, ഓഫീസർക്ക് വേണ്ടി കൈയടിക്കുന്നത്, ഓഫീസറുടെ പ്രവൃത്തിക്ക് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ജയ് വിളിച്ചത്. അതിനെല്ലാ നേതൃത്വം കൊടുത്ത് കേന്ദ്ര സർക്കാർ ഭരിക്കുന്നത് പാർട്ടി BJP, നേതൃത്വം കൊടുക്കുന്ന നരേന്ദ്രമോദി, ഒരു സംശയവും വേണ്ട. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ കാര്യം മനസ്സിലാക്കേണ്ടത്, അതിനകത്ത് ഞങ്ങളുടെ സ്റ്റാൻഡ് വളരെ കൃത്യമായിരുന്നു, ഞങ്ങളുടെ സ്റ്റാൻഡ് വളരെ ക്ലിയർ ആയിരുന്നു. നമ്മുടെ രാജ്യത്തിനെ ദ്രോഹം ചെയ്യാൻ വന്ന വ്യക്തികളെ അങ്ങോട്ട് പോയി കൃത്യമായി തന്നെ കൈകാര്യം ചെയ്യാൻ കൃത്യമായ കരങ്ങളിലാണ് ഞങ്ങൾ ഏൽപ്പിച്ചു തന്ന ഉത്തരവാദിത്വം, ബോധം കൃത്യമായി സർക്കാരിനുണ്ടായിരുന്നു. ആ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയും BJP ആണെന്നുള്ള ബോധ്യം കൂടി നിങ്ങൾക്കുണ്ടാകണമെന്നാണ് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്. പിന്നെ സ്വാഭാവികമായിട്ട് കോൺഗ്രസിൻ്റെ നേതാവ് പറയുന്നത്, കോൺഗ്രസിൻ്റെ നേതാവിനെ സംബന്ധിച്ച് കോൺഗ്രസ് ഈ നേതാവ് മാത്രമല്ല കോൺഗ്രസ് പാർട്ടിയും ഡിപ്രസ്ഡ് മൂഡിലല്ലേ സ്വാഭാവികമായിട്ട്. അത് അവരുടെ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയമാണ്. ഇവർ എക്സിൽ കുറിച്ച കാര്യങ്ങളും സീതാരാമയ്യ പറഞ്ഞ കാര്യങ്ങളും റോബർട്ട് വദ്ര പറഞ്ഞ കാര്യങ്ങളും എല്ലാം നമുക്കെല്ലാവർക്കും മുമ്പിലുണ്ട്. ഹാഷ്മി അടക്കം അതിനെ നിരവധി വിഷയങ്ങളിൽ ചർച്ചയിലൂടെ സ്റ്റേറ്റ്മെൻറ്റുകളാക്കി പറഞ്ഞിട്ടുള്ളതാണെന്നാണ് എൻ്റെ വിശ്വാസം. സ്വാഭാവികമായിട്ട് അവരൊക്കെ ഒരു പ്രതിപക്ഷം രാജ്യം പ്രതിസന്ധിയിൽ വന്നപ്പോൾ എങ്ങനെയാണ് നിന്നത് എന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഞങ്ങൾക്ക് അതിൽ കൃത്യമായ ആക്ഷേപമുണ്ട്. ഇന്ന് ആ ചർച്ച വിഷയമല്ലാത്തതുകൊണ്ട് ഞാനത് പ്രതികരിക്കും. അടിവരട്ടെ ഒരു കാര്യം പറയാം, BJP
BJP കേണൽ സോഫിയ ഖുറേഷിക്കൊപ്പമാണ്. BJP യാതൊരുവിധ സംശയമില്ലാതെ കൃത്യമായി തന്നെ പറയുന്നു. ഒരു പ്രയാസം അതിനകത്ത്. സന്ദീപ്, അപ്പോൾ ഇനി ആ മന്ത്രിയുടെ പദവിക്ക് ഒരു പക്ഷേ മണിക്കൂറുകളുടെ ആയുസ് മാത്രമേ ഉണ്ട്. അയാൾ മന്ത്രിസ്ഥാനം പോകാതിരിക്കാനോ ആഞ്ഞോടുന്നുണ്ട്. പക്ഷെ എന്തായാലും ഉല്ലാസ് ബാബുവിന്റെ വാക്ക് വിശ്വസിക്കാമെങ്കിൽ ഇനി മണിക്കൂറുകളുടെ ആയുസ് മാത്രമേ ഉണ്ടാവൂ. സന്ദീപ്, ഞാൻ എന്തായാലും കാര്യങ്ങൾ കൃത്യമായി ബോധ്യപ്പെടാതെ പറയില്ലല്ലോ. സന്ദീപ്, അതെ, അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഇപ്പോൾ പോലും മന്ത്രി രാജിവെക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലൊന്നും അഭിപ്രായം പറയാൻ പറ്റുന്നില്ല. അപ്പോൾ ഇൻസ്ട്രക്ഷൻ കിട്ടിയെന്ന് പറയുന്നു. എന്തായാലും ഒരു കാര്യം പറയാം, നിങ്ങൾക്കൊരിക്കലും ഇരയോടൊപ്പം ഓടാനും വേട്ടക്കാരനോടൊപ്പം വേട്ടയാടാനും പറ്റില്ല. ഇപ്പോൾ നിങ്ങൾ വേട്ടക്കാരനോടൊപ്പം വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ആ മന്ത്രി രാജിവെച്ചിട്ട് വേണം ഇത്തരത്തിലുള്ള ഞങ്ങൾ സോഫിയ ഖുറേഷിക്കൊപ്പമാണെന്നൊക്കെ പറയാൻ. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താ, എൻ്റെ ചോദ്യം സ്ട്രെയിറ്റ് ആയിരുന്നു, മറുപടി ഇല്ലല്ലോ. വേടൻ രാജ്യദ്രോഹിയാണ് എന്ന് പറഞ്ഞതാരാ? വേടൻ ദേശദ്രോഹികളുടെ ഫണ്ട് വാങ്ങുന്നു എന്ന് പറഞ്ഞാരാ? കേസരിയുടെ പത്രാധിപരാണ്, സംഘത്തിന്റെ പ്രചാരകനായിട്ടുള്ള മധുവാണ് പറഞ്ഞിട്ടുള്ളത്. എന്തേ തള്ളിപ്പറയാൻ പറ്റാത്തത്? ഇങ്ങനെ ഉപരിപ്ലവമായിട്ട് അങ്ങ് പറഞ്ഞു പോയാൽ മതിയോ? മോഹൻലാലിനെ രാജ്യദ്രോഹിയായി ചിത്രീകരിച്ചതാരാ? RSSന്റെ പ്രസിദ്ധീകരണമായിട്ടുള്ള ഓർഗനൈസറാണ്. RSSന്റെ പ്രസിദ്ധീകരണമായിട്ടുള്ള ഓർഗനൈസറാണ് പറഞ്ഞത്. അപ്പൊ അതിനെ ഈ രീതി പറഞ്ഞാൽ മതിയോ? ഇനി അഖിൽ മാരാർക്കെതിരെ യുവമോർച്ചയൊന്നുമല്ല, കൊട്ടാരക്കര BJP മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റാണ് പരാതി കൊടുത്തിട്ടുള്ളത്. കൊട്ടാരക്കര BJP മണ്ഡലം കമ്മിറ്റിയുടെ ലെറ്റർ പാഡിൽ കൊടുത്ത പരാതി. അപ്പൊ ആ പരാതി എങ്ങനെയാണ് BJPയുടെ പരാതി അല്ലാതായി മാറുന്നത്? അഖിൽമാർ അത് പോലീസ് അന്വേഷിക്കട്ടെ. അഖിൽമാരെ തെറ്റ് ചെയ്തു. നിങ്ങൾ കേരളത്തിലല്ലേ ജീവിക്കുന്നത്, പൊതുസമൂഹത്തിലല്ലേ ജീവിക്കുന്നത്? ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ചർച്ച ചെയ്യുന്ന കാര്യങ്ങളല്ലേ? ഞങ്ങളിതൊന്നും അറിയാത്തതുപോലെ നിങ്ങളെന്തോ വലിയ ഏലിയൻസിനെ പോലെ കേരളത്തിൽ നടക്കുന്ന പൊളിറ്റിക്കലിനെ കുറിച്ച് ഒരു അജ്ഞത പാലിച്ചുകൊണ്ട് ഞങ്ങൾക്ക് അതൊന്നും അറിയില്ല, പോലീസ് അന്വേഷിച്ചോട്ടെ. ഇതെന്ത് പരിപാടിയാ? അഖിൽമാരെന്ന് പറയുന്ന ചെറുപ്പക്കാരെ പിടിച്ച് അകത്തിടാൻ വേണ്ടി പരാതി കൊടുത്ത് കേസെടുപ്പിച്ച് രാജ്യദ്രോഹിയാക്കി മാറ്റി. അതിനെതിരെ ഒരു വാക്ക് പറയാൻ പറ്റുന്നില്ല. നിങ്ങളെ നിലപാട് നട്ടല് നിർത്തി പറയാൻ പറ്റണം. അഖിൽമാരെ രാജ്യദ്രോഹിയാണോ അല്ലയോ? വേടൻ രാജ്യദ്രോഹിയാണോ അല്ലയോ? മോഹൻലാൽ രാജ്യദ്രോഹിയാണോ അല്ലയോ? എന്തേ മറുപടി പറയാൻ പറ്റാത്തത്? നിങ്ങളിങ്ങനെ എനിക്കെതിരെ വ്യക്തിപരമായി പറയുന്ന കാര്യമില്ല. നിങ്ങൾക്ക് ഞാൻ പറയുമ്പോൾ നല്ലോണം ചൊറിയുന്നുണ്ടാവും, പക്ഷേ ഞാൻ പറയുന്ന സത്യമാണ്. ജനങ്ങൾക്കറിയാം. എനിക്ക് ഹാഷ്മി വേടനെതിരെയോ മോഹൻലാലിനെതിരെയോ ഒരു സംശയവും വേണ്ട. വ്യക്തിപരമായ BJPയുടെ അഭിപ്രായം ചോദിക്കുന്നത്. ഉല്ലാസ് BJPയുടെ അഭിപ്രായം പറയേ. ഇതിക്ക് മുൻപ് നടത്തിയ ചർച്ചയിൽ നിങ്ങളുടെ കേസിലുണ്ട്. ധർമ്മം സമയം കഴിഞ്ഞു. എന്തായാലും ഈ പറയുന്ന രീതിയിൽ വേടനെ ആ രീതിയിൽ ഭീകരവാദിയൊന്നും എന്താണ് ഈ പറയുന്ന രീതിയിൽ വേട്ടയാടുകയാണെങ്കിൽ അത് ചേർത്ത് പിടിക്കാനാണ് കേരളത്തിന്റെ തീരുമാനം. ലാലേട്ടനെ ഇത്തരത്തിൽ വേട്ടയാടുകയാണെങ്കിൽ അത് ചേർത്ത് പിടിക്കാനാണ് കേരളത്തിന്റെ തീരുമാനം. പിന്നെ ഷവർമ ഇഷ്ടമുള്ളവർ കഴിക്കട്ടെ. എന്തായാലും ഈ കേണൽ സോഫിയ ഖുറേഷിക്കെതിരെ വൃത്തികേട് പറഞ്ഞ മന്ത്രിക്ക് അധിക നാൾ ആ പദവിയിൽ തുടരാൻ കഴിയാതിരിക്കട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് എൻകൗണ്ടർ പ്രൈം പൂർണ്ണമാവുന്ന ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. ഗുഡ് നൈറ്റ്.